അത് ക്ലബ്ബ് ചെയ്യേണ്ട ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഇതിന് അക്കൗണ്ടബിലിറ്റി മാനേജർ ഏറ്റെടുക്കണം. അതാണ് എനിക്ക് അഡീഷണൽ ആയിട്ട് പറയാനുള്ളത്. താങ്ക് യു ബ്രോ. ഇപ്പം ഈ ടോപ്പിക്കിലെ ടൈം തീർന്നു, നമുക്കൊന്ന് ടൈം മെയിൻറ്റെയിൻ ചെയ്യണം. അതുകൊണ്ട് 3 ഉം 4 നമുക്ക് വീണ്ടും ഒരുമിച്ച് പോവാം. ടിക്കറ്റ്സ്, സീസൺ ടിക്കറ്റ്സ് ആൻഡ് മെർക്കൻഡൈസ്. എനി കമന്റ്സ്? വിനായക് ബ്രോ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഇതിലാണോ അതോ കഴിഞ്ഞ ടോപ്പിക്കിൽ തന്നെയായിരുന്നു? അല്ല, കഴിഞ്ഞ ഇതിനകത്ത് ഇപ്പൊ ഉള്ള ഫാൻസിനകത്ത് ആർക്കെങ്കിലും സീസൺ ടിക്കറ്റ് ഹോൾഡേഴ്സ് ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഓക്കെ, അപ്പം മെർക്കൻഡൈസോ അല്ലെങ്കിൽ ടിക്കറ്റ്സോ വേറെ എന്തെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് സംസാരിക്കാനുണ്ടോ? ടിക്കറ്റ്സ് യൂസ് ചെയ്യുന്ന രീതിയോ അല്ലെങ്കിൽ ടിക്കറ്റ്സിന്റെ പ്രൈസോ അല്ലെങ്കിൽ സീസൺ ടിക്കറ്റ്സ് എടുക്കാത്തത് എന്തുകൊണ്ടാണെന്നുള്ള റീസണോ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ ബാക്കി ആർക്കെങ്കിലും? ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. നെക്സ്റ്റ് സീസണില് നമ്മള് ഈ വർഷം ഞാൻ മെർക്കൻഡൈസ് വാങ്ങിച്ചത് മഞ്ഞപ്പട വഴിയാണ്. നെക്സ്റ്റ് സീസൺ നമ്മൾ മെർക്കൻഡൈസ് എങ്ങനെയാ, ഫാബ് ആണോ അത് ചെയ്യുന്നത് അതോ ഇതുപോലത്തെ നമ്മുടെ KB ആർമി അല്ലെങ്കിൽ അതുപോലെ മഞ്ഞപ്പട അവർ തന്നെയാണോ ചെയ്യുന്നത്? അതിനെ കുറിച്ച് എന്താ? ക്ലബ് മെർക്കൻഡൈസ് ക്ലബിന്റെ സൈഡിൽ നിന്നായിരിക്കും. അതിന്റെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്റ്റേഡിയത്തിൽ ഒരു സ്റ്റോർ വേണം എന്നുള്ളൊരു കൺസേൺ, ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. സോ അത് സംസാരിക്കാം. ബാക്കിയുള്ള ഫാൻ ഗ്രൂപ്പ്സ് ഇപ്പൊ ഫാബ് എന്നുള്ളത് ഫാൻ ഗ്രൂപ്പ്സ് അല്ല, അല്ലെങ്കിൽ നമ്മൾ അവരെ ഇപ്പം ഏത് ഫാൻ ഗ്രൂപ്പ്സ് ആയാലും നമ്മൾ അവരെ എന്താ പറയാ സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല നമ്മൾ. അപ്പം നമുക്ക് അവരെ ആയാലും നിങ്ങളെ ആയാലും കേട്ട് ബാക്കി ക്ലബ്ബുമായിട്ട് സംസാരിക്കാൻ വേണ്ടി മാത്രമേ നമ്മളുള്ളൂ. സോ ഇപ്പൊ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഇപ്പം ബാക്കിയുള്ള മെർക്കൻഡൈസ് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലബ്ബുമായിട്ട് ചോദിച്ചിട്ട് നമുക്ക് റിപ്ലൈ തരാം. അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ, ഡൗട്ട് ഉണ്ടോ? അല്ല, ചോദിക്കാൻ കാരണം എന്ന് വെച്ചാല് നമ്മള് ഈ ഫാബിന്റെ ഒബ്ജക്റ്റീവിനകത്ത് എന്താ പറയുക ബെറ്റർമെന്റ് ഓഫ് മെർക്കൻഡൈസ് ആൻഡ് എന്താ പറയുക സ്റ്റേഡിയം എക്സ്പീരിയൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെക്കുറിച്ച് കുറച്ച് പേര് ഇങ്ങനെ ഡൗട്ട്, പല ഗ്രൂപ്പുകളായിട്ട് ഞാൻ പല ഗ്രൂപ്പുകളിലുണ്ട്. അപ്പൊ ആ ഗ്രൂപ്പ്സിലെല്ലാം ഇങ്ങനെ ചോദിക്കുന്നു അടുത്ത സീസൺ. അപ്പൊ പലരും കാണുന്നത് ഫാബിനെ എന്താ പറയുന്നത്, എനിക്കറിയാം ഫാബിനെ ഒരിക്കലും എന്താ പറയുക അല്ലെങ്കിൽ ആർമിയുടെയോ അതുപോലെ പുതിയതായിട്ട് എനിക്ക് ബ്ലാസ്റ്റേഴ്സ് പോകണമെന്ന് പറഞ്ഞ് ആരും ഒരു ഫാൻ ഗ്രൂപ്പ് തുടങ്ങിയത്. ഇതിന്റെ ഒന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഒരിക്കലും ഫാബിനെ കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒബ്ജക്റ്റീവ് ആയിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം ഇത് പലരും ഇങ്ങനെ ഡൗട്ട് ആയിട്ട് ചോദിക്കുന്നുണ്ട് അടുത്ത വർഷം ഫാബിന്റെ സൂപ്പർവിഷനിലാണോ ഇങ്ങനെ. കാരണം ഈ വർഷം എനിക്ക് റെയോറിന് ഒഫീഷ്യലി ആയിട്ട് സ്റ്റോർ ഇല്ല. കാരണം മാത്രമല്ല റെയോർ വഴി പോയ എന്താ പറയുന്നത് നമ്മുടെ മെർക്കൻഡൈസിന്റെ പുറകിലെല്ലാം ടൈപ്പിംഗിൽ മറ്റേ ജേഴ്സി നെയിം നമ്മൾ ഇത് ചെയ്യൂലേ, അതെല്ലാം കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് പിന്നെ അത് ഓർഗനൈസ് ചെയ്ത് മഞ്ഞപ്പട വഴിയാണ്. ആർമിയുടെ കാര്യം എനിക്ക് കാര്യമായിട്ട് അറിയത്തില്ല, ഞാൻ മഞ്ഞപ്പട വഴിയാണ് വാങ്ങിയത്. അപ്പോൾ അതിന്റെ കാര്യത്തിൽ പലർക്കും ഡൗട്ട് ഉണ്ട്. അതിന് FAB ആണോ ചെയ്യുന്നത്, ഫാബ് ആണോ ചെയ്യുന്നത്, അതോ പണ്ടത്തെ പോലെ ഫാൻ ഗ്രൂപ്പ്സ് ആണോ ചെയ്യുന്നത്? അതുപോലെ ഈ ഫാൻ ഗ്രൂപ്പ്സിന് ഇനി എന്താ പറയുന്ന റെപ്രസെന്റേഷൻ ഉണ്ടാവും. കാരണം മഞ്ഞപ്പടയൊക്കെ ഓപ്പൺലി എന്താ പറയുന്നത് എക്സിൽ കൂടെ വലിയൊരു ഫാബിനൊരു അതായിട്ട് കണ്ടില്ല. അവർക്ക് എന്തോ ഒരു ഡിസെന്റ് പോലെ ഞാൻ കണ്ടു. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് നടക്കുന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളാം. മാത്രമല്ല സീസൺ ടിക്കറ്റ് അല്ല, ഇല്ലാതെ ടിക്കറ്റ്സ് ഒക്കെ മഞ്ഞപ്പട നേരത്തെ കൊടുക്കുമായിരുന്നല്ലോ, മറ്റേ ബെസ്റ്റ് പ്ലസ് ടിക്കറ്റ് കോംബോസും ഒക്കെ. അത് ഫാൻ ഗ്രൂപ്പ്സ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഇനിയും തുടർന്നും ഫാൻ ഗ്രൂപ്പ്സ് തന്നെയാണോ ചെയ്യുന്നത്, അതോ വേറെ എന്തെങ്കിലും മീഡിയംസ്, FAB എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, വേറെ എന്തെങ്കിലും ലൈക് ക്ലബ്ബ് വേറെ എന്തെങ്കിലും രീതിയിൽ സെറ്റ് ചെയ്യോ, അതോ ഫാൻ ഗ്രൂപ്പ്സിന് പിന്നെയും ഇത് തന്നെ ഉണ്ടാവും? ഇല്ല, ഇപ്പം അങ്ങനത്തെ അത് ചെയ്യുമോ ഇല്ല എന്നുള്ളത് ഫാൻ ഗ്രൂപ്പ്സ് തന്നെ ആയിരിക്കും തീരുമാനിക്കുന്നത്. ഇപ്പം ഫാബ് എന്നുള്ള രീതിയിൽ നമ്മളെ ആക്ടിവിറ്റീസിൽ, ഈ ഒരു രീതിയിലുള്ള ആക്ടിവിറ്റീസിൽ നമുക്ക് ഈ ഇപ്പൊ ടിക്കറ്റ്സ് ആൻഡ് മെർക്കൻഡൈസ് എന്ന് പറയുന്നതിനകത്ത് പുതിയ എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ക്ലബിനെ അറിയിച്ച് അത് സോൾവ് ആക്കാൻ നമുക്ക് പുഷ് ചെയ്യാം എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഡ്യൂട്ടി, നമ്മുടെ ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്. അതിനകത്ത് വേറൊരു രീതിയിലുള്ള ആക്ടിവിറ്റീസ് നമുക്ക് ഫാബ് എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഫാൻ ഗ്രൂപ്പ്സ് ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ബാക്കിയുള്ളതെല്ലാം ഇപ്പോൾ ഉള്ളത് തന്നെ ആയിരിക്കണം എന്ന് എനിക്ക് എന്റെ പേഴ്സണൽ ഫീലാണ്. ബാക്കി ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ക്ലബിലേക്ക് അറിയിക്കുക, ക്ലബിന്റെ സൈഡിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബ്രിഡ്ജ് ആയിട്ട് നിൽക്കുക എന്നുള്ളത് മാത്രമേ ഫാബിന്റെ സൈഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വിനായക്? ഓക്കെ, അല്ല നിങ്ങളിപ്പം ഫാബിന്റെ ഒബ്ജക്റ്റീവിനെ പറ്റിയാണ് പറഞ്ഞിരുന്നത്. അപ്പം അതിന് എനിക്ക് 2 ഫോൾസ് ഞാൻ ഫാബിന്റെ കണ്ടിരുന്നു, അതൊന്ന് റേസ് ചെയ്യാനായിരുന്നു. അപ്പം കുഴപ്പമുണ്ടാവുള്ളൂ? ആക്ച്വലി നിങ്ങളിപ്പോ കയറിയൊരു സമയം തന്നെ ഒരു വല്ലാത്തൊരു സമയമാണ്. ലൈക്ക് ക്ലബ് ഒരു ബാഡ് ഫേസിൽ കടന്നു പോകുന്നത്. അപ്പം അതിൽ നിന്ന് നിങ്ങൾ നല്ല രീതിയിൽ ഇതുവരെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിലിപ്പം എതിർപ്പ് പറയാൻ മാത്രമൊന്നുമില്ല, ലൈക്ക് നിങ്ങൾക്ക് ഇത് കൂടുതലും ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ നമ്മുടെ ഫാബിന്റെ ഫസ്റ്റ് മീറ്റിംഗ് വിത്ത് അബിക്ക് നിങ്ങൾ നടത്തിയിരുന്നത് 22/3/2025
അപ്പം അന്ന് നടത്തിയ മീറ്റിംഗിന്റെ മിനിറ്റ്സ് നിങ്ങൾ 24 മാർച്ചിന് വിട്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള തുടർച്ചയുള്ള വീഡിയോസ് നിങ്ങൾ വിട്ടിരിക്കുന്ന ഒരു മാസത്തിന് ഗ്യാപ്പിന്റെ ഇടയ്ക്കാണ്. ഇപ്പം ഫസ്റ്റ് വീഡിയോ 3rd മാർച്ച് ഏപ്രിൽ 3rd മാർച്ച് 2025, പിന്നെ സെക്കൻഡ് വീഡിയോ April 9th വന്നിരിക്കുന്നത്. പിന്നെ തേർഡ് പാർട്ട് ഇന്നലെ എങ്ങാണ്ട് നിങ്ങൾ പുറത്തുവിട്ടത്. അപ്പം അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു രീതിയിലേക്ക് വന്നൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ നല്ലതായിരുന്നു. അല്ലെങ്കിൽ ഇനി വരുന്ന മീറ്റിംഗ്സും അതേപോലെ തന്നെ ക്ലബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻസ് ഒക്കെ നേരത്തെ പുറത്തു വിടുകയാണെങ്കിൽ കുറച്ചും കൂടെ കമ്മിക്കബിൾ ആയിരുന്നു. ലൈക്ക് അതിന്റെ ഒരു പ്രസക്തി പോകത്തില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ നോക്കാം. താങ്ക്സ് വിനായക. അത് ഇപ്പൊ നമ്മൾ 14 പേരുണ്ട്. സോ നമ്മൾ ഈക്വൽ ആയിട്ട് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത് നമ്മൾ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. സോ നമ്മുടെ ജോലിയും ബാക്കി കാര്യങ്ങളും ഇപ്പം ക്ലബിന്റെ സൈഡിൽ അവർക്ക് മീഡിയ ടീം ഉണ്ടാവും, അല്ലെങ്കിൽ ബാക്കിയുള്ള പല ആൾക്കാരുണ്ടാവും, അവർക്ക് അതിനേതായിട്ടുള്ള ജോലി ഉണ്ടാവും. സോ നമ്മുടെ സൈഡിൽ നിന്ന് മാക്സിമം നമ്മൾ ആ ടൈം നമ്മുടെ പേഴ്സണൽ ടൈം യൂസ് ചെയ്തിട്ട് മിനിറ്റ്സ് ഇപ്പൊ എഡിറ്റ് ചെയ്യാനായാലും നമ്മൾ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത്. മറ്റേ പോസ്റ്റേഴ്സ് ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ്. വീഡിയോസിനകത്തുള്ള ഓരോ ചേഞ്ചസിൽ എഡിറ്റ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. അപ്പം അതിനകത്ത് ഇമ്പ്രൂവ്മെന്റ്സ് ഓരോ രീതിയിൽ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. സോ അപ്പം ഫസ്റ്റ്ലി അപ്പോളജൈസ് അത്രയും ലേറ്റ് ആയത് 3ാമത്തെ വീഡിയോയ്ക്ക്. 4ാമത്തെ വീഡിയോ നമ്മൾ അടുത്ത ഉടനെ തന്നെ നമ്മൾ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഇപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്ന മീറ്റിംഗിലും റെക്കോർഡ് ചെയ്യുന്നുണ്ട്, പബ്ലിഷ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. സോ അപ്പൊ അതും നമ്മൾ എഡിറ്റിംഗ് ചെയ്യണം. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മളെ പേഴ്സണൽ ടൈമിൽ നിന്ന് എടുക്കുന്നത് കൊണ്ടാണ്. ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കുന്ന കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട്. 14 പേരിൽ ഒരാള് പഠിച്ചു കഴിഞ്ഞ ഒരു കുട്ടിയുണ്ട്. അപ്പം ബാക്കിയുള്ളവരെല്ലാം ഇതേപോലെ വർക്കും ബാക്കി കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന കുറെ 14 പേരാണ് നമ്മളും ഉള്ളത്. സോ അപ്പം നമ്മുടെ ഈ നോർമൽ ഫാൻസ് എന്നുള്ള ഇപ്പൊ നമ്മുടെ സൈഡിൽ നിന്നും ആരും പേയ്മെന്റ് ആയിട്ടോ സാലറി ആയിട്ടോ നമ്മുടെ വോളണ്ടിയർഷിപ്പിലാണ് നമ്മൾ ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. സോ അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ വർക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കുള്ള ചെറിയ ഇപ്പം ചെറുതല്ല, അത് വലിയ രീതിയിലുള്ള സംഭവം തന്നെയാണ്. സോ അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത് നെക്സ്റ്റ് ടൈമിൽ നമ്മളത് മാക്സിമം എക്സ്ക്യൂസ് ആയിട്ട് പറഞ്ഞതല്ല, നെക്സ്റ്റ് ടൈം നമ്മളത് മാക്സിമം അത് സോൾവ് ചെയ്യാൻ. താങ്ക്സ് വിനായക്. നിങ്ങളുടെ പോസ്റ്റേഴ്സ് ഒന്നും പ്രീമച്ചുവർ ആയിട്ട് തോന്നിയിട്ടില്ല, എല്ലാം പക്ക പ്രൊഫഷണൽ ആയിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇതൊരു പോരായ്മയായിട്ട് തോന്നിയത്. താങ്ക്സ്. താങ്ക് യു. ഇനി എന്തെങ്കിലും കമന്റ്സ്? മീംസ്, ഗോകുൽ, മുഹമ്മദ്, പ്രണവ്, തെരേസ, ജിയാന, any comments on tickets, merchandise, anything? ഇല്ലെങ്കിൽ നമുക്ക് ഫാൻ എൻഗേജ്മെന്റ് ആൻഡ് ഇവന്റ്സിലേക്ക് പോയാലോ? ഫാൻ എൻഗേജ്മെന്റ്സിൽ ഓൾറെഡി ഒരു പോയിന്റ് പറഞ്ഞു തോന്നുന്നു, മറ്റേ സോഷ്യൽ മീഡിയയിൽ എൻഗേജ് ആക്കാനുള്ളത്. ഐ തിങ്ക് ജെർമിയും പറഞ്ഞായിരുന്നു. ഇനി വേറെ എന്തെങ്കിലും കമന്റ്സും കൂടെ ഉണ്ടോ അതിനകത്ത്? ലൈക്ക് ഇവന്റ്സ് ആയ ലൈക്ക് കൈൻഡ് ഓഫ് ലൈക്ക് ഫാൻ പാർക്സോ അങ്ങനെ എന്തെങ്കിലും ഐഡിയാസ്? ഫാൻ പാർക്ക് ഒരു ഐഡിയ ആണ്. കൂടെ നമുക്ക് വേണമെങ്കിൽ എഡ്യൂക്കേഷൻ ആയിട്ട് ഇപ്പം കോളേജൊക്കെ ഇല്ലേ, കോളേജ് അങ്ങനെയുള്ള ആൾക്കാരെ, കോളേജിനെയൊക്കെ ഉൾപ്പെടുത്തി നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ്, കാരണം യൂത്തിന്റെ ഇടയ്ക്ക് ഇച്ചിരി കൂടെ എന്താ പറയുന്നത് ഇറങ്ങിച്ചെല്ലാണ്. കാരണം പലർക്കും എന്താ പറയുക, ഇപ്പൊ ഈ ഒരു യൂത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ഇംപേഷ്യന്റ് ആണ്. അവർക്ക് റിസൾട്ട് അവർ പെട്ടെന്ന് റിസൾട്ട് വേണം. അപ്പൊ അങ്ങനെയുള്ള ഫാൻസിനെ പിടിച്ചാൽ എനിക്ക് തോന്നുന്നു വിനായക് പറഞ്ഞ പോലെ എന്തെങ്കിലും ഓർഗാനിക് ആയിട്ടൊരു സംഭവം വേണം. അപ്പൊ ഓർഗാനിക് ആയിട്ട് വേണമെങ്കിൽ അത് ഇച്ചിരി കൂടെ എന്താ പറയുക ഓഫ്ലൈൻ ആയിട്ടും കൂടെ ഇറങ്ങിച്ചെല്ലും. ഓൺലൈൻ എന്നത് മാത്രം ഒരു പോസിബിലിറ്റി അല്ല, ഇച്ചിരി കൂടെ ഓഫ്ലൈൻ ആയിട്ട്. എനിക്ക് തോന്നുന്നു ഇവാന്റെ ഫസ്റ്റ് സീസൺ കഴിഞ്ഞിട്ടാണ് തോന്നുന്നു ഒരു ടെഡിന്റെ ഒരു ഇവന്റില് പുള്ളി വിളിച്ചിരുന്നു. അതെ ടെഡിന്റെ ഇതാണ്, പക്ഷെ എന്നാലും അതുപോലത്തെ എന്തെങ്കിലും സംഭവം നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഓർഗനൈസ് ചെയ്യണം. കാരണം ഇപ്പം ലീഡിംഗ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇപ്പം കൊച്ചിയിലാണെങ്കിൽ രാജഗിരിയുണ്ട്, അതുപോലെ അങ്ങനത്തെ കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതുപോലെ നമ്മുടെ കേരളത്തിൽ എന്തായാലും നമ്മുടെ കേരളം എന്താ പറയുന്നത് വിദ്യാഭ്യാസത്തിൽ ടോപ്പാണ്. നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തായാലും ഉണ്ട്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് ഉണ്ടാക്കണം. മാത്രമല്ല നമ്മൾ ലിവർപൂളിന്റെ കേസസിൽ കണ്ടിട്ടില്ല, മറ്റേ കുട്ടികളെയൊക്കെ പോയി കാണുകയും അങ്ങനത്തെ കുറെ പരിപാടികളുണ്ട്. പിന്നെ എന്താ പറയുന്നത് യെല്ലോ ഹാർട്ട് എന്ന് പറയുന്ന ഇനിഷ്യേറ്റീവ് നമ്മുടെ ക്ലബിനുണ്ട്. യെല്ലോ ഹാർട്ട് വേണമെങ്കിൽ ഇച്ചിരി കൂടെ എന്താ പറയുന്നത് നമുക്ക് CMന്റെ മറ്റേ ഒരു ഫണ്ട് ഉണ്ടല്ലോ, അതിലോട്ട് മാത്രം കൊടുക്കാതെ ഇച്ചിരി കൂടെ ഡയറക്റ്റ് ആക്സസ്, അതായത് ഇപ്പം ഫ്ലഡ് ഉണ്ടാവുകയാണെങ്കിൽ ഇച്ചിരി കൂടെ അവരുടെ ബെറ്റർമെന്റിന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ കൊള്ളാം. അതുപോലെ എന്തെങ്കിലും പെട്ടെന്നൊരു എന്താ പറയുന്ന എന്തെങ്കിലും ഒരു ഡേഞ്ചർ നമ്മുടെ സ്റ്റേറ്റിൽ ഉണ്ടായാൽ, എന്തെങ്കിലും ഒരു ഇപ്പം ഈ ഇടയ്ക്ക് നമുക്ക് കണ്ടില്ല, ഇപ്പം കഴിഞ്ഞ ദിവസം കണ്ടെയ്നർ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അത് അങ്ങനെയുള്ള അപ്പൊ അതിനെ എഫക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരിലേക്ക് ഇച്ചിരി കൂടെ ഇറങ്ങിച്ചല്ല, ലൈക്ക് മുഴുവൻ എന്താണ് ദുരിതാശ്വാസ നിധിയിലേക്ക് മാത്രം കൊടുക്കാതെ ഇച്ചിരി കൂടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ, ലൈക്ക് ഒരു വോളണ്ടിയർഷിപ്പ് പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും രീതിയിൽ പറ്റുമെങ്കിൽ അതൊക്കെ ഒരു നല്ല കാര്യമായിരിക്കും. പിന്നെ ഓൺലൈൻ മാത്രമാക്കാതെ ഓഫ്ലൈൻ ആയിട്ടും കൂടെ നോക്കി ഇവന്റ്. ഇപ്പം എനിക്കൊന്ന് ഇപ്പം നമ്മളെ യുണൈറ്റഡ്, ഇപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ
ഹാരി മഗ്വയറും ഗർണാച്ചോ ഒക്കെ ഇപ്പൊ മുംബൈയിൽ വന്നിട്ടുണ്ട് ആസ് പാർട്ട് ഓഫ് ദിയർ എന്താ പറയുക ഗ്ലോബൽ റിലേഷൻസിന്റെ ഭാഗമായിട്ട്. എല്ലാവരും അത് അറിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടി നമ്മൾ നടത്തുകയാണെങ്കിൽ നമ്മുടെ സ്റ്റാർ പ്ലേയേഴ്സ് ഉണ്ടല്ലോ, ഇപ്പം ലാസ്റ്റ് സീസണിലൊക്കെ ആണെങ്കിൽ നമുക്ക് പണ്ട് സഹൽ ഉണ്ടായിരുന്നു, ഇപ്പം റീസെന്റ് എന്താ പറയുന്നത് ഈ ഇപ്പം ആര് വരുമെന്ന് അറിയത്തില്ല. അതിലൂടെയൊക്കെ എന്താ പറയുന്നത് റിലേറ്റിംഗ് ടു ട്രാൻസ്ഫർ കുറെ നെഗറ്റീവ് ന്യൂസസ്, നെഗറ്റീവ് എന്നല്ല, നമ്മുടെ മെയിൻ സ്റ്റേസ് ആയിട്ടുള്ള കുറെ പ്ലേസ് പോയി. നമ്മുടെ പണ്ടത്തെ ആ ഒരു പഴയ കോർ മുഴുവൻ പോയിട്ടുണ്ട്. സോ പുതിയതായിട്ട് പ്ലേസ് പറഞ്ഞു ഇങ്ങനെയുള്ള നല്ല നല്ല എന്താ പറയുക ഫാൻസിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന പ്ലേസുമായിട്ട് ഒരു ഓഫ്ലൈൻ ആയിട്ട് ഇതിന്റെ ഇവന്റ്സ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറ്റ് ബി ഗുഡ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഫാൻ എൻഗേജ്മെന്റ് എപ്പോഴും ഒരു കീ പാർട്ടാണ്. സോ അങ്ങനെ ചെയ്താൽ കൊള്ളാം എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ബ്രോ, ലൈക്ക് സംതിങ് ലൈക്ക് എല്ലാ ഡിസ്ട്രിക്ട്സിലേക്ക് വൺ പ്ലെയറിന് പോകാൻ ഇടയൊക്കെ ക്യാൻ റെപ്രസെന്റ് സം ഇവന്റ്സ്. ലൈക്ക് ഇപ്പൊ നമ്മൾ ഡ്രഗ്സ് ഇനിഷ്യേറ്റീവ്സ് തുടങ്ങിയിട്ടുണ്ട്, ക്ലബ്ബ് ആന്റി ഡ്രഗ് ക്യാമ്പയിൻസ്, അങ്ങനെ ആയിട്ട് സ്കൂളുകളിൽ വേണമെങ്കിൽ ക്ലബിന് ഒരാളെ അയക്കാം. ലെറ്റ്സ് സീ, വി വിൽ പാസ് ദിസ് ഇൻഫർമേഷൻ ടു മാനേജ്മെന്റ്. സംതിങ് ലൈക്ക് ഈ ഒരു ഇനിഷ്യേറ്റീവ്സ് പോലെ മേ ബി 2 സ്കൂളിലൊക്കെ പോവാം. സം പ്ലേയേഴ്സിനെ മെയിൻ പ്ലേയേഴ്സിനെ വേണില്ല, റിസർവ് പ്ലേയേഴ്സിനും പോവാം, എന്നിട്ട് എന്തെങ്കിലും ചെയ്യാം. I think it could be worked out. Google bro, you have some comments. ആക്ച്വലി ഇത് തന്നെയായിരുന്നു, എസ്പെഷ്യലി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ചെയ്യുക എന്നുള്ള ഒരു സാധനം തന്നെയായിരുന്നു എന്റെയും പോയിന്റ്. ഗോകുൽ ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യാവോ? ഞാൻ വർക്കിലായിരുന്നു, ഞാൻ അതാണ് നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ചെയ്യാണ്ടിരുന്നത്. ഞാൻ ഇവിടെ നെടുമ്പാശ്ശേരിയാണ് സ്ഥലം, ഞാൻ UK ആണ് കോഴ്സ് ചെയ്യുന്നത്. ഞാനപ്പോ മെയിൻലി ഞാൻ കയറിയത് ഇപ്പോ നമ്മുടെ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഡിഫറെന്റ് സ്പോട്ട് വേണം എന്നുള്ള രീതിയിലുള്ള ഇതിലാണ് ഞാൻ ആദ്യം ഒരു ക്വസ്റ്റ്യൻ റേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സജഷൻ റേസ് ചെയ്തിരുന്നത്. അപ്പൊ അതും നേരത്തെ ഒരാൾ പറയുന്നത് കേട്ടായിരുന്നു. ഇപ്പൊ നമ്മൾ എസ്പെഷ്യലി നോക്കി കഴിയുമ്പോൾ തന്നെ എന്താ നമ്മളൊരു ഔട്ട്സൈഡ് ഇന്ത്യ ക്ലബ്ബുകളുടെ കളി കാണുമ്പോൾ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു സാധനമാണ്, അവർ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു ഇതായിരിക്കും ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ. അതായത് ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി അവർക്ക് വ്യൂയിങ് എക്സ്പീരിയൻസിലാണെങ്കിലും എല്ലാം കൊണ്ടും കൊടുക്കുന്ന ഇതായിരിക്കും. നേരെ തിരിച്ച് ഇവിടെ നമ്മുടെ നോക്കി കഴിയുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുന്നുണ്ടോ എന്ന് തന്നെ ഡൗട്ടുള്ള ഒരു രീതിയിലാണ് ഉള്ളത്. ഞാൻ ഒരുവിധം പകുതി കളികളും സ്റ്റേഡിയത്തിൽ പോയി കാണുന്നൊരു ആൾ തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ കാണുന്നതാണ് ഇപ്പോൾ ആൾക്കാരെ ചിലവരെയൊക്കെ എന്താ പറയാ എടുത്തുകൊണ്ട് വരെ പോകുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ലോഡ് സ്റ്റെപ്പൊക്കെ കയറി എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാർ വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് സജഷൻ. അപ്പൊ അതിപ്പോ ഇവിടെ നേരത്തെ ഒരു ബ്രോ പറയുന്നത് കേട്ടു. അപ്പൊ അത് എങ്ങനെയാന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ക്ലബ് നമുക്കത് എന്തോരം ചെയ്യാൻ പറ്റുന്ന കേസാണ് എന്നുള്ളതും നമുക്കറിയില്ല. ഇപ്പോൾ ഔട്ട്സൈഡ് ഇന്ത്യ നേരെ നമ്മൾ പറഞ്ഞ പോലെ മിക്കവർക്കും പിച്ച് സൈഡ് ആക്സസ് കൊടുക്കുന്നത് കാണാം, സ്റ്റേഡിയത്തിന് തൊട്ട് താഴെ ഗ്രൗണ്ടിന്റെ സൈഡിൽ കൊടുക്കുന്നത് കാണാം. പക്ഷെ നമ്മുടെ ഇവിടെ അതിനുള്ളൊരു സാഹചര്യം ഇല്ല. ഇവിടെ അങ്ങനത്തെ ഒരു പരിപാടി നടക്കില്ല. കാരണം നമ്മുടെ ഇവിടെ സ്റ്റേഡിയത്തിന്റെ ലാസ്റ്റ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രണ്ടിലോട്ട് എവിടെ നിർത്തിയാലും എവിടെ നിന്നാലും മഴയാണെങ്കിൽ മഴ കിട്ടും, വെയിലാണെങ്കിൽ വെയിൽ കിട്ടും, മഞ്ഞാണെങ്കിൽ മഞ്ഞ് കിട്ടും എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലുള്ള സ്റ്റേഡിയമാണ് നമ്മുടെ. അപ്പോൾ അതിനെന്താണ് എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പൊ അത് നിങ്ങൾ ഡിസ്കസ് ചെയ്ത് ചെയ്യേണ്ട സാധനമാണ്. പിന്നെ ഇപ്പൊ പറഞ്ഞൊരു പോയിന്റിലത്തെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ ഫാൻ എൻഗേജ്മെന്റ് ഇതിന്റെ കേസിലൊക്കെ പറഞ്ഞതാണ്. അത് എസ്പെഷ്യലി ഫോർ കിഡ്സ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ഈ സ്റ്റാർ പ്ലേയേഴ്സ് എന്ന് പറയുന്ന ഒരു സാധനം വേണ്ട അല്ലെങ്കിൽ വേണമെന്ന് തന്നെ ഇല്ല. എസ്പെഷ്യലി മല്ലു പ്ലേയേഴ്സിനെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഒരു ഗവൺമെന്റ് സ്കൂളിലോ ഒരു സ്ഥലത്ത് പോയിട്ട് 3ാം ക്ലാസ്സിലെ 4ാം ക്ലാസ്സിലെ പിള്ളേരുടെ അടുത്ത് അദ്രിയാൻ ലൂണ ഉറുഗ്വേൻ ഇംഗ്ലീഷിലും മുറി ഇംഗ്ലീഷിൽ സംസാരിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് ആർക്കും മനസ്സിലാവില്ല. 99.9% പിള്ളേർക്ക് മനസ്സിലാവാൻ പോകുന്നില്ല. അപ്പോൾ നമ്മുടെ പ്ലേയേഴ്സിനെ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനത്തെ, അതായത് പിള്ളേരുടെ ഉള്ളിൽ ആ ഒരു സ്പോർട്ടിനോടുള്ള ഒരു സാധനം ഉണ്ടാക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പരിപാടിയാണ്. അതിനെ നമ്മുടെ മലയാളി പ്ലേയേഴ്സിനെ തന്നെ ടാർഗറ്റ് ചെയ്യണം. പിന്നെ ഇതുപോലെ സ്പെഷ്യൽ സ്കൂളുകൾ കുറേ ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ അവരെയൊക്കെ വല്ലാണ്ട് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കേണ്ടതാണ്. സ്റ്റേഡിയത്തിൽ കൊണ്ടുവന്നാണെങ്കിലും അല്ല, സ്റ്റേഡിയത്തിൽ കൊണ്ടുവരാത്ത സാഹചര്യത്തിൽ അവരുടെ അവിടെ പോയിട്ടാണെന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യത്തെ 4-5 കൊല്ലമൊക്കെ ഉണ്ടായിരുന്നതിന്റെ ഒരു 20% പോലും ഇപ്പോ ലാസ്റ്റ് 2-3 years ആയിട്ട് ഈ പരിപാടികൾ ഉണ്ടോ എന്നുള്ള സംശയമാണ്. ആദ്യം നമ്മൾ ഭയങ്കര ടോപ്പായിരുന്നു എന്നുള്ളതല്ല, ബട്ട് റൈറ്റ് നൗ നമ്മൾ ഭയങ്കര താഴെ കിടക്കുവാണ്. എസ്പെഷ്യലി ഇങ്ങനത്തെ ഈ
താഴെ കിടക്കുന്ന ആൾക്കാരിലായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ യാതൊരുവിധ ടച്ചും ഇല്ല ആരും തമ്മിൽ. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ആണ് മെയിൻ ആയിട്ട് നിൽക്കുന്നത്. ബാക്കിയുള്ള പകുതി ആൾക്കാർക്കും, ഐ മീൻ സ്റ്റേഡിയത്തിൽ പോയി കാണുന്ന കളിക്കാർ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ അത്ര ശ്രദ്ധ കേന്ദ്രീകരിക്കാത്ത ആൾക്കാർക്ക് ക്ലബിനെ പറ്റി യാതൊരു ഇതും ഇല്ല. ഇപ്പോൾ ഈ സീസൺ കഴിഞ്ഞ് അടുത്ത സീസൺ വരുമ്പോൾ ഒരു 75 വേണ്ട, ഒരു 20 to 30% ഓഫ് ഉള്ള ആൾക്കാർക്ക് പ്ലേയേഴ്സ് മാറിയത് പോലും അറിയാണ്ട് സ്റ്റേഡിയത്തിൽ വരുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഞാൻ കാണാറുണ്ട്, കഴിഞ്ഞ കൊല്ലത്തെ ആള് പോയോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ. സോ അത് ഭയങ്കര ഇതാണ്. നമുക്ക് ആ ഒരു താഴെക്കടയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതൊരു ഭയങ്കര ഇതാണ്. നേരത്തെ മുകളിലൊരു പ്രോ പറയുന്നത് കേട്ടല്ലോ, PR, മനോരമ എന്നൊക്കെ പറഞ്ഞത്, അതൊക്കെ ഭയങ്കര വാലിഡ് പോയിന്റ് ആണ്. യാതൊരു വിധത്തിലും ഇപ്പൊ ഇടയ്ക്ക് ഇതുപോലൊരു ബാഡ് ടൈറ്റിലൊക്കെ വെച്ചൊരു പോസ്റ്റ് വരുന്നത് ഒഴിച്ച് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ക്ലബിന് ഗുണമുള്ള യാതൊരുവിധ സാധനങ്ങളും നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ നമ്മുടെ PR എന്ന് നമ്മൾ പറയുന്ന മനോരമ ആരുടെയും കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനമേ അല്ല. അതൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ചെയ്താൽ നന്നായിരിക്കും എന്നുള്ളതാണ് സജഷൻ. ഇത്രയേ ഉള്ളൂ. താങ്ക് യു ബ്രോ. വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഈ സ്കൂളിലെ കാര്യങ്ങൾ ഞങ്ങൾ ഓൾറെഡി ഒരു പ്രാവശ്യം മീറ്റിംഗ് ഡിസ്കസ് ചെയ്തായിരുന്നു. അതിൻ്റെ ഇതായിട്ട് ആന്റി ഡ്രഗ് ക്യാമ്പയിനും പിന്നെ ഐ തിങ്ക് സ്പെഷ്യലി ഡിസേബിൾഡ് സ്കൂൾസിൽ പോയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് അല്ലേ അജയ് ബ്രോ? ഐ സോ ദാറ്റ് ഓൺ ഇൻസ്റ്റാഗ്രാം. അവർ കൊണ്ടുവന്നായിരുന്നല്ലോ നമ്മുടെ ക്ലബിലേക്ക് പിന്നെ മാത്രമല്ല നമ്മുടെ ബോൾ ബോയ്സ് ആയിട്ടൊക്കെ വരുന്ന ഇടയ്ക്ക് ഗെയിംസിലൊക്കെ വരുമ്പോഴത്തേക്കും സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെയൊക്കെ വിളിക്കാറുണ്ടായിരുന്നു എന്നാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ജെറമി അങ്ങനെ എന്തോ കണ്ടിട്ടില്ല നമ്മള് പിന്നെ അത് മാത്രല്ല പ്ലേയേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാനൊക്കെ നമ്മള് കൊണ്ടുവരുന്നുണ്ട്. ബട്ട് അത് ഇനി കുറെ നമ്മള് ചെറിയ സ്ഥലമല്ലല്ലോ കേരളം, അത് നമുക്ക് കുറെ രീതിയിൽ നമുക്ക് ഇവിടെ എത്തിക്കാൻ പറ്റുമെന്നുള്ളതാണ്. എസ്പെഷ്യലി പറഞ്ഞാൽ നമ്മള് സ്കൂളുകളെ ശരിക്കും ടാർഗറ്റ് ചെയ്യേണ്ട ഒരു പരിപാടി ഉണ്ട്. ശരിക്കും നമ്മളത് ചെയ്യുന്നില്ല. നമ്മള് നെക്സ്റ്റ് ജനറേഷൻ പിള്ളേർക്ക് ആ ഒരു സ്പോർട്ടിനോടുള്ള ഒരു എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അതുകൂടി ചെയ്യാൻ പറ്റണം. എസ്പെഷ്യലി മലയാളി പ്ലേയേഴ്സ്. ഇപ്പൊ എത്ര സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ലൂണെ കണ്ടറിയാവുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അസറിനെയും ഇമനെയും ബിബിനെയും ഒന്നും അറിയണമെന്നില്ല. അപ്പൊ അവരെ ശരിക്കും നാട്ടില് ആ ഒരു രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിട്ടാണ് തോന്നിയിരിക്കുന്നത്. തീർച്ചയായും എനിക്കിപ്പം ആർസണലിനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് അയാളെ പ്ലേയേഴ്സിന്റെ കോൺട്രാക്റ്റിൽ ഓൾറെഡി ഉണ്ട്, ലൈക്ക് യു ഹാവ് ടു ഗോ ടു ദിസ് മെനി events. അതെല്ലാം നമുക്ക് എന്തെങ്കിലും സജഷൻസോ മാനേജ്മെന്റിന് കൊടുക്കാം. ലൈക്ക് ഓൾറെഡി പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുമ്പോൾ തന്നെ കോൺട്രാക്ട്സിൽ വെക്കാനോ അല്ലെങ്കിൽ ഇത്ര സ്കൂൾ അറ്റൻഡ് ചെയ്യണം, കോളേജ് അറ്റൻഡ് ചെയ്യണം, മലയാളി പ്ലേയേഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ആ ഒരു കാര്യത്തിൽ എനിക്കൊരു കാര്യം അറിയുന്നത്. ഇപ്പോഴും IM വിജയന് ശേഷം അല്ലെങ്കിൽ BP സത്യന് ശേഷം ഒക്കെ എന്താ പറയുക നല്ലൊരു ഇപ്പൊ BP സത്യന്റെ ശേഷമാണ് എനിക്ക് തോന്നുന്നത് സിനിമ ഇറങ്ങിയ ശേഷമാണ് പുള്ളിയെ കുറിച്ച് പലരും അറിയുന്നത് തുടങ്ങി. അപ്പൊ മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും ഒരു ഫുട്ബോൾ ലെജൻഡ് എന്ന് പറയുന്നത് ഇപ്പോഴും IM വിജയൻ തന്നെയാണ്. പിന്നെയും പിന്നീട് ഈ ഒരു മോഡേൺ ഇറയിൽ ഇച്ചിരി മൂവ്മെന്റ്സ് ഉണ്ടാക്കിയത് എനിക്ക് സഹർ രാഹുലാണ്. ഇപ്പോഴുള്ള കറന്റ് നമ്മുടെ ടീമിലുള്ള ഒരു മലയാളി പ്ലേയേഴ്സിനെയും ആർക്കും അറിയത്തില്ലെന്ന് മാത്രമല്ല അങ്ങനെ ഒരു ഐഡിയ ഇല്ല. അപ്പം നേരത്തെ ഗൂഗിൾ പ്രോ ഇങ്ങനെ പറയണ്ടായി ആ പ്ലെയർ ഉണ്ടോ ആ പ്ലെയർ ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. പലരും ഇപ്പൊ ഞാൻ എന്താ പറയുന്നത് യൂത്തിന്റെ ഇടയിൽ കുറെ ഇപ്പം ഞാൻ യൂത്ത് ആണ്, ഇപ്പം വർക്ക് ചെയ്യുമ്പോഴൊക്കെ അല്ലെങ്കിൽ അവരുടെ കൂടെ സംസാരിക്കുമ്പോഴൊക്കെ എനിക്ക് മനസ്സിലാക്കുന്ന കാര്യം അല്ലെങ്കിൽ ചോദിക്കുന്ന സാഹിബ് ഇപ്പോഴും ഒരു കളിക്കാനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പം നമുക്കൊരു സ്ട്രോങ് ഒരു എന്താ പറയുന്നത് കൾട്ട് ഉണ്ടാക്കാനല്ല ഞാൻ പറയുന്നത്, പക്ഷേ നമ്മുടെ മലയാളി പ്ലേയേഴ്സിനെ കൂടുതലായിട്ട് അറിയണം. നമ്മുടെ ഫോറിൻ പ്ലേയേഴ്സിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ എന്താ പറയുന്ന ആ ഒരു പ്ലേയേഴ്സിനെ റെക്കഗ്നൈസ് ചെയ്യാൻ നമ്മുടെ ടീമിലെ നമ്മുടെ ഫാൻസിന് പറ്റണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ആരും എന്താ പറയുന്നത് PR താഴേക്കിടയിലേക്ക് ചെല്ലുമ്പോൾ എന്താ പറയുന്നത് കുറെ അറിയാനുണ്ട്. കാരണം ടീമിനെ സംബന്ധിച്ചിട്ട് ഒന്നും അറിയാത്ത ആൾക്കാരുണ്ട്. എന്താ പറയുന്നത് മറ്റേ CK വിനീത് റിനോന്റെ ആ ഒരു രീതി നിൽക്കുന്നവർ പോലും ഉണ്ട്. കളി എന്തായി ചോദിക്കുന്നവരുണ്ട്. അപ്പോ ഇതിപ്പോ കേരള മാത്രമല്ല, ഔട്ട്സൈഡ് കേരള പിന്നെയും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. മറ്റേ ഇടയ്ക്കൊക്കെ UAE-ലും ഖത്തറിലും ഒക്കെ നമ്മുടെ മഞ്ഞപ്പട മീറ്റിംഗ്സ് ഓർഗനൈസ് ചെയ്യാം. പക്ഷെ നമുക്ക് കേരളത്തിൽ ഇച്ചിരി കൂടെ എന്താ പറയുക ആരും ആൾക്കാര് നമ്മുടെ പ്ലേയേഴ്സിനെ കുറിച്ച് അറിയണം. അതൊരു വളരെ നീഡി ആയിട്ടുള്ള കാര്യമാണ്. ഇന്ന പോലെ ആൾക്കാർ ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ടാ എന്തെങ്കിലും അറിയിക്കുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ മൂവ്മെന്റ്സ് നമുക്ക് ഉണ്ടാവും. പിന്നെ വേറൊരു കാര്യം ഞാൻ നേരത്തെ പറയുന്നു, ഞാൻ റേസിസം അതിനൊന്നും പറയല്ല. പക്ഷെ നമ്മൾ മലയാളീസിനിടയ്ക്ക് ഇടപെടാൻ ഏറ്റവും നല്ല മലയാളീസാണ്. ആരാണ്
എനിക്ക് ആ പുള്ളിയുടെ പേര് എങ്ങനെ പറയുന്നത് എനിക്കറിയത്തില്ല. അരണേക്കല്ലേ, മറ്റേ അബിക്കിന്റെ ബ്രദറോ അങ്ങനെ എന്തോ ഒരു പുള്ളിയാണ് നമ്മുടെ ക്ലബിന്റെ ഇത് ചെയ്തത്. അപ്പം പുള്ളിനെ സംബന്ധിച്ച് പുള്ളി ഇംഗ്ലീഷാണ് പലപ്പോഴും കോൺവേഴ്സ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ മലയാളം പിന്നെ ഇച്ചിരിയും ചെയ്യുന്ന എനിക്ക് മറ്റേ രേണു എന്ന് പറയുന്ന ഒരു റേഡിയോ ജോക്കി പുള്ളിക്കാരിയാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഇച്ചിരി കൂടെ നമുക്കൊരു ഫുള്ളി ഡിവോട്ട് ചെയ്യാൻ പറ്റുന്ന 24 hours ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയുന്ന ഒരു ആള് വേണം മലയാളി ആയിട്ട് സോഷ്യൽ മീഡിയ എൻഗേജ്മെന്റ്. എനിക്കറിയാം, കാരണം ഈ ഓഫ് സീസൺ ടൈമിൽ നമ്മുടെ മീഡിയ ടീം എനിക്കൊന്ന് മെരാക്കിയോ അവരായിരിക്കില്ല വർക്ക് ചെയ്യുന്നത് എന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും വി നീഡ് സംബഡി എന്ന് പറയുന്നത് വർക്ക് ഓൺ. കാരണം ഓഫ് സീസണിലാണ് ഇങ്ങനെ ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് വെച്ചെങ്കിൽ അറിയിക്കേണ്ടത്. കാരണം ഓൺ സീസൺ ആണെങ്കിൽ ഫുട്ബോളിംഗ് ആക്ടിവിറ്റീസ്, പക്ഷെ ഓഫ് സീസണിൽ അതില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ പറയുന്നത്, ഇങ്ങനെ അരണേക്കിന് പകരം അരണേക്ക് നിന്നോട്ടെ, അത് കുഴപ്പമില്ല, കാരണം ഇംഗ്ലീഷ് ഒക്കെ ആ രീതിയിൽ നമുക്ക് നിൽക്കാം. പക്ഷെ നമുക്ക് മലയാളിയായിട്ട് ഒരാളും കൂടെ വേണം. അത് ഇറ്റ് ഈസ് വെരി ഇൻഡീഡ് നീഡഡ്. കാരണം നമ്മുടെ ഫാൻസിനെ കൂടുതൽ അറിയണം. പിന്നെ പോലെ നടന്നിട്ടുണ്ട്. പിന്നെ ഒരു ബിഫോർ ദ എന്താ പറയുക സീസൺ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ഒരു ടൂർ അക്രോസ് കേരള. എല്ലാ ഡിസ്ട്രിക്റ്റിലും ഒരു കോമൺ പോയിന്റ്. ഇപ്പൊ ഞാൻ കിടന്നു വരുന്നത് പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ടയിൽ വേണമെങ്കിൽ തിരുവല്ലയിൽ വെക്കാം. പിന്നെ കോട്ടയത്ത് വരുവാണെങ്കിൽ നാഗമ്പടം വേണമെങ്കിൽ ഒരെണ്ണം വെക്കാം. അതുപോലെ കൊല്ലത്ത് വരുവാണെങ്കിൽ മറ്റേ അഴീക്കലല്ല സോറി ആ സ്ഥലങ്ങളിലൊക്കെ വെക്കാം. അതിൽ ട്രിവാൻഡ്രത്ത് ഈ കോമൺ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന പോയിന്റിൽ എവിടെയെങ്കിലും ഒക്കെ നമുക്ക് വെക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു ഓൾ എന്താ പറയുക കേരള ടൂർ വെക്കുകയാണെങ്കിൽ, ടൂർ എന്ന് വെച്ചാൽ ഒരു 2 or 3 days അല്ലെങ്കിൽ 10 day ഒരു എന്താ പറയുക ഫാൻസിന്റെ ഇടയിലേക്ക് ഇങ്ങനെയുള്ള പ്ലേയേഴ്സ് ഇറങ്ങി ചെല്ലുകയും അവരോട് ഇച്ചിരി കൂടെ ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എന്തെങ്കിലും ഡിവൈസ് ചെയ്യണം. അപ്പൊ ആ ഒരു ഓപ്പൺ ആയിട്ടൊരു സർവീസ് നടത്തുന്നുണ്ടെന്ന് ഞാൻ നേരത്തെ കണ്ടു. അപ്പോൾ അതിൽ ഇച്ചിരി കൂടെ എന്താ പറയുന്നത് ഇങ്ങനെയുള്ള റെക്കമെൻഡേഷൻസ്, കാരണം കുറെ പേർക്ക് ഇങ്ങനെ റെക്കമെൻഡേഷൻസ് ഉണ്ട്. സോ അതൊക്കെ സ്വീകരിക്കാൻ ഇച്ചിരി കൂടെ എന്താ പറയുന്നത് നമുക്ക് ഓപ്പൺ ആവണം. ഫാൻസിന്റെ ഇടയിലേക്ക് നമ്മുടെ പ്ലേയേഴ്സിന് എത്തിച്ചേരാൻ ഇച്ചിരി കൂടെ ഒരു ആക്സസ് നമുക്ക് വേണം. അത് തീർച്ചയായിട്ടും വേണം. ഇപ്പം നമുക്കിപ്പം പറയുകയാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ഫാൻസിന്റെ ഇടയിലോട്ട് ഏറ്റവും ഇറങ്ങി ചെന്നൊരു വ്യക്തി എന്ന് പറയുന്നത് ഒരു ബൗണ്ടറീസും ഇല്ലാതെ എവിടെ ആരെ കണ്ടാലും ഇറങ്ങി ചെന്നത് നമ്മുടെ ആശാനാണ്. പുള്ളി പോയി, സെർബിയയിലേക്ക് തിരിച്ചുപോയി. ഇപ്പം പുള്ളിക്ക് ശേഷം അങ്ങനെ ഒരു ഫിഗർ സ്റ്റാറെ വന്നപ്പോഴൊക്കെ സ്റ്റാറിനൊക്കെ അപ്രോച്ചബിൾ ആയിട്ട് ആർക്കും എന്താ പുള്ളിനൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല. പുള്ളി അപ്രോച്ചബിൾ ആണ്, പക്ഷെ എന്നാലും പബ്ലിക് ഇമേജിൽ അങ്ങനെ പറ്റിയിട്ടില്ല. ആ ഒരു ഇമേജ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റണം. അത് വെരി നീഡഡ്. കാരണം ഫാൻസിനും കുറെ ഇൻസൈഡ് ദ ക്ലബിനോട് ഒരു ഇന്റിമേറ്റ്, അവരുടെ പാർട്ട് ഓഫ് അവർ ലൈഫ്. അതിനിപ്പോ റെസ്പെക്റ്റീവ് ഓഫ് ദ സക്സസ് പാർട്ട് ഓഫ് അവർ ലൈഫ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഐ ബ്രീത്ത് ആൻഡ് ഐ ലീവ് വിത്ത് ദ ക്ലബ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ യൂറോപ്പിൽ റിയലിനെ ഫോളോ ചെയ്യുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ റിയൽ ഒരു ഫൈനൽ തോറ്റാൽ എനിക്ക് ഇത്ര വിഷമം ഉണ്ടാകുന്നില്ല. പക്ഷെ ബ്ലാസ്റ്റേഴ്സ് ഫൈനൽ തോറ്റൽ 2021 തോറ്റ 22 തോറ്റപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ അതെനിക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഒരു ക്ലബ്ബുമായിട്ടാണ് കൂടുതൽ അറ്റാച്ച്മെന്റ് ഉള്ളത്. അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാക്കണം. നമ്മൾ മോഹൻ ബഗാന്റെ കേസിൽ പോവാം, ഈസ്റ്റ് ബംഗാളിന്റെ കേസിൽ പോവാം. അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ അവരുടെ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ അവരുടെ ജീവന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ആ ഒരു തരത്തിലേക്ക് കൂടെ പിന്നെ ഗവൺമെന്റിലേക്ക് ഗവൺമെന്റിനെയൊക്കെ അതൊക്കെ ക്ലബിന്റെ പാർട്ടാണ്, ഞാൻ പറഞ്ഞതാണ്. സോ അവരെയൊക്കെ ഈ ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് കൊണ്ടുവരിക, അതൊക്കെ വേണ്ട ഒരു കാര്യമാണ്. സോ ഇത്രേ ഉള്ളൂ ഫാൻ എൻഗേജ്മെന്റ് ആൻഡ് ഇവന്റ്സ്. ബ്രോ അപ്പൊ ഇതില് മറ്റേ കേരളത്തിൽ പണ്ട് കളിച്ച അല്ലെങ്കിൽ കേരള പ്ലേയേഴ്സിന്റെ പ്രൊമോഷനെ പറ്റി പറഞ്ഞിരുന്നു. അപ്പം എനിക്ക് തോന്നിയൊരു ഐഡിയ ഉണ്ട്. ലൈക്ക് ഇപ്പം നമ്മുടെ ഇപ്പം ഡിഫൻസ് നോക്കിയാലും DMO ഒക്കെ ബർത്ത്ഡേസിന് ഇന്ന ആളിന് ഇന്ന ദിവസം ജനിച്ചു അല്ലെങ്കിൽ ഇന്ന കോൺട്രിബ്യൂഷൻസ് നടത്തി. അപ്പം അതുപോലത്തെ ഒരു ഐഡിയ നമുക്ക് നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ കൊണ്ടുവരാൻ പറ്റില്ല. അതായത് ഇപ്പം ക്ലബ് ലെജൻഡ് അല്ല, കേരള ടീമിന് വേണ്ടി പണ്ട് സന്തോഷ് ട്രോഫിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതി റെപ്രസെന്റ് ചെയ്തവരെ അവിടെ ബർത്ത്ഡേസിലും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ആൾക്കാർക്ക് മേ ബി അറിയാൻ പറ്റാഞ്ഞ ഒരു പ്ലെയറിനെ പറ്റി ആൾക്കാരെ അറിയുക, അങ്ങനത്തെ രീതിക്ക് വരില്ല. ഇപ്പം ഈവൻ നമ്മള് ഇവാന്റെ ഫസ്റ്റ് സീസണിൽ നമ്മൾ ട്രിബ്യൂട്ട് ടു ഏതൊരു ഇയറിലെ പ്ലേയേഴ്സിനാണല്ലോ കൊടുത്തിരുന്നത്. അപ്പം അതേപോലെ ഇപ്പം അവരെ പറ്റി എന്തെങ്കിലും നല്ലൊരു ഡോക്യുമെന്ററിയോ അല്ലെങ്കിൽ നമ്മൾ അറിയാതെ പോയ ചില ഫാക്ടുകളോ, അതിപ്പം ചില ഗൂഗിൾ അടിച്ചു കിട്ടുന്ന ഫാക്ട് അല്ല ഞാൻ പറയുന്നത്. ഇപ്പം ബ്ലാസ്റ്റേഴ്സ് ഒരു കേരളത്തിന്റെ ഒരു ക്ലബ് ആയതുകൊണ്ട് തന്നെ പല കണക്ഷൻസ് ഉണ്ടാവും. അതുവഴി ആൾക്കാരോട് ചെന്നറിഞ്ഞ് അങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കുന്ന ഒരു കോൺസെപ്റ്റും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ മേ ബി ആ ഒരു കേരള അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് കുറച്ചും കൂടെ എന്താ പറയാ ആൾക്കാരിലേക്ക് വൈഡ് സ്പ്രെഡ് എത്തിക്കാൻ സാധിക്കും. അപ്പം ആ ഒരു രീതി ക്ലബ് ഒന്ന് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കേരള അല്ലെങ്കിൽ കേരളത്തിന്റെ ക്ലബ്ബാണെന്ന് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് വരാൻ പറ്റും. കുറച്ചും ഓർഗാനിക് ആണെന്ന് പറഞ്ഞാൽ. പിന്നെ ഇവൻ റേഡിയോ ജോക്കിയുടെ ഒരു കാര്യം പറഞ്ഞ ഒരു പ്രസന്റ് ഉണ്ട്. അപ്പം അതിലൊരു ഇഷ്യൂ എന്താ വെച്ച് കഴിഞ്ഞാൽ
അതായത് ആ പുള്ളിക്കാരിയല്ല, അതായത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഹയർ ചെയ്ത ഈ ആങ്കേഴ്സ് എല്ലാം വളരെ പ്രൊഫഷണൽ രീതിയിലാണ്. പക്ഷെ നമ്മുടെ ഫാൻസ് കുറച്ചും കൂടി ഒരു ഓർഗാനിക് ടൈപ്പ് ഓഫ് രീതിയാണ് ഉദ്ദേശിക്കുന്നത്. ലൈക്ക് കുറച്ചും കൂടെ ഒരു ലൈക്ക് ടു ബി വെരി ലേമൻസ് ടൈം പറയുന്ന കുറച്ച് ട്രോൾ ചെയ്ത് വന്നു, അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് കോമഡി ആവാം. ഈവൻ മറ്റേ ഇർണോമാൻ ആ ഒരു ടൈപ്പ് ആയിരുന്നു. അപ്പം അതുപോലത്തെ രീതിയാണ് ആക്ച്വലി നമ്മുടെ ക്ലബിന് സൂട്ട് ആവുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം സൂട്ട് ആവുന്നത്. ആ രീതിക്കാണ് ക്ലബ്ബ് വന്നത്. ഫാൻസിന് അനുസരിച്ചുകൊണ്ട് വേണം, അല്ലെങ്കിൽ ഫാൻസിന്റെ ആ ഒരു ടേസ്റ്റിന് അനുസരിച്ച് വേണം നമ്മൾ ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ. അല്ലാതെ മാനേജ്മെന്റ് അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അത് ഫാൻസ് അഡാപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഫീസിബിൾ ആയിട്ട് കാര്യമില്ല. അപ്പം ആ രീതിയിൽ ക്ലബ്ബ് കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആവുകയാണെങ്കിൽ മേ ബി നമുക്ക് നല്ലതായിരിക്കും. അപ്പം ഈ 2 സജഷൻസ് ആണ് എനിക്ക് ഈ ഒരു സെക്ഷനിൽ പറയാനുള്ളത്. തീർച്ചയായും നിങ്ങൾ രണ്ടുപേരും ജെറമി ബ്രോയും വൈഷ്ണവ് വിനായക് ബ്രോയും പറഞ്ഞ പോലെ തീർച്ചയായും നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ കേരളത്തിന്റെ ക്ലബ്ബാണ്, മലയാളി ക്ലബ്ബാണ്. അതെന്തായാലും നമ്മളെടുത്ത് കാണിക്കേണ്ട ഒരു പോയിന്റ് തന്നെയാണ് നമ്മുടെ കൾച്ചറിലും നമ്മുടെ ആക്ടിവിറ്റീസിലും എനിക്കും തോന്നിയിട്ടുണ്ട്. ഇതിന്റെ ടൈം തീർന്നു. നമുക്ക് ടൈം ഇച്ചിരി ലേറ്റ് ആയി പോയി. ഒരു അരമണിക്കൂർ എക്സ്ട്രാ പോകുന്നതിൽ പ്രശ്നമില്ലല്ലോ ആർക്കും? നമ്മൾ ഓൾറെഡി അരമണിക്കൂർ എക്സ്ട്രാ അല്ല, ഒരു 45 മിനിറ്റ് എക്സ്ട്രാ മീറ്റിംഗ് പ്ലാൻ ചെയ്തേക്കാളും നോക്കോളൂ. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്കിൽ പോകാം. ഫെസിലിറ്റീസ് ആൻഡ് ആക്സസിബിലിറ്റീസ്. ഐ തിങ്ക് നമ്മൾ ഇതിനകത്ത് മോസ്റ്റ്ലി എല്ലാം ഡിസ്കസ് ചെയ്തു. ഇനി എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ്സ് ആഡ് ചെയ്യാണ്ടോ? ലൈക്ക് ഫെസിലിറ്റീസ്, ലൈക്ക് ഫിസിക്കലി ഏബിൾഡ് ആൾക്കാരെ ആയാലും എല്ലാം നമ്മളിപ്പം കുറച്ച് ഡിസ്കസ് ചെയ്തു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാണ്ടോ? ഓൾസോ സോഷ്യൽ മീഡിയ ഫെസിലിറ്റീസ് നമ്മൾ അത്യാവശ്യം ഡിസ്കസ് ചെയ്തു തോന്നുന്നു. ജിയാന? ഹലോ, ഇതില്ലേ വുമൻസ് ടീമിന്റെ കാര്യം വരുന്നത്? അതിനകത്ത് വരും വുമൻസ് ടീമിന്റെ അതൊരു സ്പോർട്ടിംഗ് ഫെസിലിറ്റി ആണല്ലോ, ഓഫ് കോഴ്സ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞോട്ടെ? തീർച്ചയായും. ഓക്കെ ഓക്കെ. അപ്പൊ എനിക്ക് പറയാനുള്ള, ഞാൻ ഇപ്പൊ പഠിക്കുകയാണ്, ഞാൻ ഇവിടെ ഒരു സ്റ്റുഡന്റ് ആയിട്ട് പഠിക്കുകയാണ് സ്പോർട്സിന്റെ, ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോ എനിക്ക് പറയാനുള്ളത് ബ്ലാസ്റ്റേഴ്സില് ഒരു വുമൻസ് ടീം തുടങ്ങുന്നതിനെ കുറിച്ചാണ്. നമ്മളിപ്പം മെൻസ് ടീം തുടങ്ങി ഇപ്പൊ ജൂനിയർ ബോയ്സിനുള്ള സംഭവങ്ങളും ട്രെയിനിങ്ങും ഒക്കെ കൊടുക്കുന്നതിന്റെ ഇതൊക്കെ പോസ്റ്റ് സംഭവങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ നമ്മളെപ്പോഴും മെൻസ് ടീമിന്റെ ഫുട്ബോൾ കാണുന്നുണ്ട്. ശരിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ എപ്പോഴും കാണാറുണ്ട്. അതുപോലെ തന്നെ ഗേൾസിനും ഒരു പ്രയോറിറ്റി കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇങ്ങനെ ഫെമിനിസം ഒന്നും പറയില്ല കേട്ടോ, പക്ഷെ എന്റെ ഒരു ആഗ്രഹമാണ്. കാരണം എന്നെ പോലെ തന്നെ ഇഷ്ടംപോലെ ഗേൾസ് കേരളത്തിലെ ഫുട്ബോൾ കളിക്കാൻ ചാൻസ് കിട്ടാണ്ട് വിഷമിക്കുന്ന ഒരുപാട് ഗേൾസ് ഉണ്ട്. വുമൺ ആയാലും വലിയ ആൾക്കാരാണെങ്കിലും അതിൽ ഫുട്ബോൾ കളിക്കാൻ ഇപ്പൊ പ്രായമുള്ള, ഇപ്പൊ നമ്മൾ യുകെയിലൊക്കെ നോക്കുവാണെങ്കിൽ ഇവിടെ പ്രായമുള്ള ആൾക്കാർ പോലും ഫുട്ബോൾ കളിക്കുന്നുണ്ടല്ലോ. പെണ്ണുങ്ങളുടെ ആണെങ്കിലും ആണുങ്ങൾക്കാണെങ്കിലും അവർക്ക് എല്ലാവർക്കും ചാൻസ് കിട്ടുന്നുണ്ട് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി. അതുപോലെ കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം കേരളയില് മെയിൻ ആയിട്ട് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു വുമൻസ് ടീം തുടങ്ങണമെന്ന് എനിക്കുണ്ട്. മെൻസ് ടീമും നമുക്കുണ്ടല്ലോ. അതുപോലെ തന്നെ, സോറി ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ സോറി. അപ്പൊ അതുപോലെ തന്നെ വുമൻസ് ടീം തുടങ്ങുകയാണെങ്കിൽ ഇപ്പം എന്നെ പോലെ തന്നെ താല്പര്യമുള്ള പല ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാരെല്ലാം പറയുന്ന ഒരു കംപ്ലൈന്റ് എന്ന് പറയുന്നത്, ഇന്ത്യ ജനിച്ചു പോയതുകൊണ്ട് എനിക്ക് അങ്ങനെ കളിക്കാൻ പറ്റുന്നില്ല, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല, വലിയ നിലയിൽ എത്താൻ പറ്റുന്നില്ല. ഇപ്പൊ ഞാൻ മിക്ക ഇൻസ്റ്റഗ്രാമിലോ എവിടെയെല്ലാമൊക്കെയാണ് കമന്റ് സെക്ഷൻ ഓപ്പൺ ചെയ്യുമ്പോഴേ ആൾക്കാരെല്ലാം പറയുന്നത് ഇതാ, ബ്രോ നമ്മൾ ഇന്ത്യ ജനിച്ചു പോയി, ഇപ്പൊ എന്ത് ചെയ്യാനാ, നമുക്ക് ഇന്ത്യ ജനിച്ചുകൊണ്ട് ഫുട്ബോളിൽ അങ്ങനെ വലിയ നിലയിൽ എത്താൻ പറ്റുന്നില്ല. അപ്പൊ എനിക്ക് അവർ പറയുന്നതില് ഒരു പോയിന്റ് ഉള്ള പോലെ തോന്നി. ഇപ്പൊ ഞാനും മാഡ്രിഡ് ഫാനാണ്. റൊണാൾഡോ ഉള്ളതുകൊണ്ട് ഞാൻ മാഡ്രിഡിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയായിരുന്നു, ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ നമുക്ക് വുമൻസ് ടീം എല്ലായിടത്തും, അതിലുള്ള ഇങ്ങനത്തെ ഫോറിൻ ടീമുകളിലെല്ലാം ഒരു വുമൻസ് ടീം ഉണ്ട്. ഇപ്പൊ ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇതുപോലെ ഫാൻസ് ഉണ്ട്. ഞാൻ ഇപ്പൊ കുഞ്ഞിലെ തൊട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ എത്ര ഗേൾസ് സപ്പോർട്ട് ചെയ്യുന്നതാണ് അവരെ. അപ്പം നമുക്കൊരു വുമൻസ് ടീം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് അല്ലേ, അവർക്കും പ്രയോറിറ്റി കൊടുക്കണ്ടേ? ജിയാന പറഞ്ഞ് കേട്ടു. അത് നമ്മൾ ഓൾറെഡി നമ്മുടെ ഫസ്റ്റ് ഫാബ് മീറ്റിംഗിൽ സംസാരിച്ച ഒരു കാര്യമാണ്. നമ്മളത് സംസാരിച്ചിട്ട്, കാരണം ഇതിന് മുമ്പുള്ളൊരു മീറ്റിംഗിൽ ഇത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു കാര്യം അബിക്കായാലും സിഇഒ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടികൾ ഫാൻസിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എപ്പോഴാണെന്ന് അറിയിച്ചിട്ടില്ല, എന്നത്തേക്കാണെന്നുള്ളത്. അതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫാബ് മീറ്റിംഗിൽ അത് ചോദിച്ചു ക്ലിയർ ആയിട്ട്. പക്ഷെ അവരുടെ സൈഡിൽ നിന്നുള്ള ആൻസേഴ്സ് നമ്മൾ നിങ്ങൾക്ക് മീറ്റിംഗ്സിലായാലും വീഡിയോസിലായാലും അവൈലബിൾ ആണ്, അവരെന്താണ് പറഞ്ഞെന്നുള്ളത്. ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. വീണ്ടും അതിന്റെ ഇമ്പോർട്ടൻസ് അവർക്കും അറിയാം, നമ്മളത് പറഞ്ഞതുമാണ്. ജെറമിക്ക് മുമ്പ് ആരെങ്കിലും കൈ പൊക്കിയിട്ടുണ്ടോ? ജിയാനയാണ്. ജെറമി? ഓക്കെ, അത് ഇതിന്റെ കാര്യത്തില് കേക്കാവോ? ഹലോ, വിമൻസ് ടീം റീസ്റ്റാർട്ട് ചെയ്യണം. മാത്രമല്ല ഇന്ന് നമുക്ക് വലിയൊരു പ്രൗഡ് മൊമെന്റ് ആണ്. ഇന്ന് എത്ര പേർക്ക് അറിയാൻ അറിയത്തില്ല,
നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിമൻസ് ടീം, ഫസ്റ്റ് വിമൻസ് ടീം അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിന്റെ ക്യാപ്റ്റനായ മാളവിക ഇന്ന് ഇന്ത്യക്ക് വേണ്ടി ഡെബ്യൂട്ട് ചെയ്തു. സോ അതൊരു നല്ല കാര്യമാണ് അല്ലെ? കാരണം നമ്മുടെ ടീമിൽ നിന്ന് വളർന്ന് കയറി വന്ന ഒരാള് ഇന്ത്യക്ക് വേണ്ടി ഇത് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. ഇറ്റ് വിൽ ബി ഗുഡ്. കാരണം എന്താ പറയുന്നത്, പുള്ളി ഇങ്ങനെ പറഞ്ഞിരുന്നു 2020 1.5 വർഷം എന്നുള്ള ഒരു ടൈം പീരീഡ് പുള്ളി പറഞ്ഞിരുന്നു. സോ 1.5 വർഷം ആകാറായി. പിന്നെ നമുക്ക് ഈ ഒരു ഇതിന്റെ ആവശ്യമുണ്ട്. കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, മാളവിക പുള്ളിക്കാരെ ഡെബ്യൂട്ട് ചെയ്തു. സോ നല്ലൊരു കാര്യമാണ്, അത് നമുക്ക് ഉണ്ടാവട്ടെ. താങ്ക്സ് ജിയാന. ഈ ആ ഒരു ടോപ്പിക്, വുമൻസ് ടീമിന്റെ ടോപ്പിക്, അത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ ഫാൻസിനും നമ്മൾ ഉൾപ്പെടെ, നമ്മൾ ഈ 14 പേര് ഫാബിൽ ഇരിക്കുന്ന 14 പേര് ഉൾപ്പെടെ ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്, ആവശ്യപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അത് വീണ്ടും നമ്മൾ ഓൾറെഡി അത് ഫസ്റ്റ് ഫാബില് നമ്മൾ ചോദിച്ചു, വീണ്ടും നമ്മൾ അത് ചോദിക്കാൻ നമ്മൾ ഇതാണ് റെസ്പോൺസിബിൾ ആണ്, നമ്മൾ ചോദിക്കുകയും ചെയ്യും. സോ നെക്സ്റ്റ് രാഹുൽ, നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. ഇവിടെയാണ് നിങ്ങളുടെ സ്പോർട്ടിംഗ് ഡിസിഷൻസ്. എനിക്ക് തോന്നുന്നു ഇവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ കമന്റ് ഉള്ളത്. അപ്പോ ഇതിനകത്ത് ഞങ്ങൾക്ക് വലിയ റെസ്പോൺസിബിലിറ്റി ഇല്ല. ഞങ്ങൾക്ക് നിങ്ങൾ പറയുന്ന അതേ സെന്റിമെന്റ്സ് ഞങ്ങൾ ക്ലബിന് ഫോർവേഡ് ചെയ്യും എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ഇതിനകത്ത് ചേഞ്ചസ് വരുത്താൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. ഫാബിന് ആസ് ഫാബ് സെർച്ച് ഞങ്ങൾക്ക് ക്ലബിനെ അറിയിക്കാം എന്നുള്ളതാണ് ഇതിനകത്തെ പോയിന്റ്. അപ്പോ ഐ ഗസ് ഇതിനകത്ത് നമുക്ക് കുറച്ച് എക്സ്ട്രാ ടൈം കൊടുക്കാം. ഓൾസോ ആൾക്കാർക്ക് എല്ലാ കൺസേൺസ് റേസും ചെയ്യാം. ഹാൻഡ് റൈസ് സംസാരിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി കൊടുക്കാം. ലൈക്ക് ഷെരീഫ് പ്രോയും തെരേസയും സംസാരിച്ചുള്ളത് വരെ. അപ്പോ യു ഗൈസ് ഫസ്റ്റ്, അതേ നമുക്ക് ബാക്കി ആളുകൾക്ക് വീണ്ടും വരാം. ഹാൻഡ് റൈസ് ഉണ്ടല്ലോ, കഴിഞ്ഞ ടോപ്പിക്കിന് ഹാൻഡ് റൈസ് ആണോ ജർമ്മയും ജിയാനും? ഷെരീഫ് പ്രോ, തെരേസ, ഡു യു ഗൈസ് ഹാവ് സംതിങ് ടു ഷെയർ ഈ സ്പോർട്ടിംഗ് ഡിസിഷൻ അല്ലെങ്കിൽ നമ്മുടെ കളിയുടെ ഇതില് അല്ലെങ്കിൽ സൈനിങ്സ് അങ്ങനെ എന്തെങ്കിലും? സ്പോർട്ടിംഗ് ഡിസിഷൻസിൽ ആർക്കും പറയാനൊന്നുമില്ലേ? ഞങ്ങൾ ഇതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാൻ വിചാരിച്ച ജിയാനയ്ക്കുണ്ടോ? ജിയാന ഹാൻഡ് റൈസ് ഇട്ടുണ്ട്, ലോവർ ചെയ്യുന്നു. അത് മുമ്പിലത്തെ ആണ്? അത് മുന്നത്തെ ആയിരുന്നു. വേറെ ഒന്നുമില്ലേ? ഓക്കെ, ഡിഫൻസ് ടീം, നമ്മുടെ ഡിഫൻസ് ടീം കുറച്ചുകൂടെ സ്ട്രോങ് ആക്കാൻ. ഡിഫൻസ് അല്ല, മൊത്തം ടീമും സ്ട്രോങ് ആക്കണം. മൊത്തം സ്ട്രോങ് ആക്കണം. പിന്നെ പറയുമ്പോ ഡിഫൻസ്, പിന്നെ അറ്റാക്കിങ് കുറച്ചുകൂടെ നല്ല ആക്കുമായിരുന്നു, നല്ലായിരുന്നു. പിന്നെ മിഡും ഗോൾ കീപ്പർ നമുക്ക് കിട്ടുന്ന 90% മെസ്സേജസും സ്പോർട്ടിംഗ് ഡിസിഷൻസ് ആണ്. അതെ, ഇപ്പൊ പുതിയ ഹാൻഡ് റൈസ് വന്നിട്ടുണ്ട്. പ്രണവ്, തെരേസ, ജിയാന പറഞ്ഞു. ജിയാന അല്ല എന്തോ പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ ഇവര് പറഞ്ഞ പോലെ തന്നെ പിന്നെ മലയാളികളെ കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യുമായിരുന്നെ കുറച്ചുകൂടെ നല്ലതായിരുന്നു. ഇപ്പം ഇപ്പൊ സ്കൂളുകളിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ഇല്ലേ, അവിടെയൊക്കെ ഇങ്ങനെ ടീമുകൾ കൊണ്ടുവരിക, കുറച്ചുകൂടെ ഒരു മഞ്ഞപ്പട ബേസ്ഡ് സ്കൂൾ തുടങ്ങുക, അങ്ങനെയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കില്ലേ? ഒരു കൂടുതൽ ഫുട്ബോളേഴ്സ് പഠിക്കുന്ന ഒരു സ്കൂൾ ഉണ്ടാവും, അതൊക്കെ നല്ലൊരു കാര്യല്ലേ? നൈസ് ഐഡിയ ആണ്. അക്കാഡമി ഓൾറെഡി കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. അത് പക്ഷെ ബോയ്സിനല്ലേ ഉള്ളു, എല്ലാവർക്കും കൂടെ ഉള്ള പോലെ. റെസിഡൻഷ്യൽ ഇല്ലല്ലോ, റെസിഡൻഷ്യൽ അക്കാഡമി ആണല്ലോ. റെസിഡൻഷ്യൽ അല്ല, അല്ലാതെ ട്രെയിനിങ് അക്കാഡമീസ്. റെസിഡൻഷ്യലിന്റെ കാര്യമായിരിക്കും. ഓക്കെ, അത് പറയാം, ക്ലബിന് ഫോർവേഡ് ചെയ്യാൻ. ബട്ട് ഈ ടോപ്പിക്സിലൊക്കെ എത്രത്തോളം ഉണ്ടാവുന്ന ഐഡിയ ഇല്ല. പ്രണവ് ബ്രോ സെക്കൻഡ് ബ്രോ ഹാൻഡ് റൈസ്. ഈ ഒരു സ്പോർട്ടിംഗ് ഡിസിഷൻസിന്റെ കാര്യത്തിലാണെന്ന് വെച്ചാൽ പെട്ടെന്ന് ക്ലിക്ക് ആവുന്ന ഒരു സംഭവം എന്താ, നമ്മുടെ ഒരു വെയിറ്റ് ആൻഡ് വാച്ച് പോളിസീസ് കുറച്ച് കാലങ്ങളായി നമ്മൾ ഫോളോ ചെയ്യണു സൈനിങ്സിന്റെ കേസിൽ. ആ സംഭവം മേ ബി നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവും, ബാക്കിയുള്ളവർ റേസ് ചെയ്തിട്ട്. തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അതായത് ചില സിറ്റുവേഷനിൽ നമ്മൾ സിനാരിയോ അത് വിജയിച്ചിട്ടുണ്ട് ആ ഒരു പോളിസി. പക്ഷെ അത്രയ്ക്ക് തന്നെ നമ്മൾ ബാക്ക്വേർഡും ആയിട്ടുണ്ട് ആ ഒരു പോളിസി. കാരണം എന്താണെന്ന് വെച്ചാൽ സീസൺ തുടങ്ങേണ്ട വിത്തിൻ ഫ്യൂ വീക്സിലാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ജീസസ് പോലത്തെ ഒരു പ്ലെയറിന്റെ സൈനിങ് അനൗൺസ്മെന്റ് നടത്തിയത്. പക്ഷെ ജീസസ് പോലൊരു പ്ലെയറിന് ഇവിടുത്തെ ക്ലൈമറ്റ് അല്ലെങ്കിൽ ഇവിടുത്തെ എൻവയോൺമെന്റ് ആയിട്ട് അഡാപ്റ്റ് ചെയ്യാൻ അധികം സമയം വേണ്ടി വന്നില്ല. അത് നമ്മുടെ പോസിറ്റീവ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഫസ്റ്റ് തൊട്ടിട്ട് ആ ഒരു ഫോം കണ്ടിന്യൂസ് ആയി പോകാൻ പറ്റി. പക്ഷെ ഈ ഒരു സിനാരിയോ എല്ലാ പ്ലെയറിന്റെ കേസിലും നടക്കണം എന്നില്ല. ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോ കണ്ടതാണ്. അതായത് ഒരു ഇന്ത്യൻ പ്ലെയറിന്റെ കേസിൽ നമ്മളൊന്ന് ചവിട്ടി പിടിച്ചിട്ടൊന്ന് വെയിറ്റ് ആൻഡ് വാച്ച് തന്നെ ചെയ്തു. അപ്പോഴേക്കും വേറൊരു ടീം ആ പുള്ളിക്കാരനെ ഒഫീഷ്യലി സൈൻ ചെയ്തു.
ടോക്കിംഗ് അബൌട്ട് ഒരു ഐ ലീഗ് വിത്ത് ഒരു സ്റ്റാറിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്, പേര് ഞാൻ പറയുന്നില്ല. സോ അങ്ങനത്തെ ഓരോ നമ്മൾ ഈ വെയിറ്റ് ആൻഡ് വാച്ച് പോളിസി മാറ്റിയിട്ട് എത്രയും പെട്ടെന്ന് നമുക്കൊരു സ്ക്വാഡിനെ ബിൽഡ് ചെയ്തിട്ട് ഫുൾ സ്ക്വാഡായിട്ട് എത്രയും പെട്ടെന്ന് നമ്മൾ പ്രീ സീസൺ തുടങ്ങും. അല്ലാതെ പ്രീ സീസൺ തുടങ്ങിയിട്ട് ലാസ്റ്റ് വീക്കിലും ഓരോ അഡിഷൻസ് വരണതിൽ കാര്യമില്ല. നമ്മൾ എന്ന് പ്രീ സീസൺ തുടങ്ങും അപ്പൊ തന്നെ ഫുൾ ഫർണിഷ്ഡ് ആയ ടീമായ അതിൻ്റെതായ ബെനിഫിറ്റ് എന്തായാലും ഉണ്ടാവും. മെയിൻലി ഇവാന്റെ ഫസ്റ്റ് സീസണിൽ ക്ലോസ് ഡോർ ആയിട്ടും കൂടിയും നമുക്ക് ഓൾമോസ്റ്റ് ഒരു ട്രാക്കിലായിരുന്നു, ഓൾമോസ്റ്റ് ഒരു ഫുൾ സ്ക്വാഡ് അന്ന് അവൈലബിൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അന്നാളെ ആ റിസൾട്ടും ആ വർഷം നമുക്ക് കറക്റ്റ് ആയി കിട്ടി. സോ ആ ഒരു ലെവലിലേക്ക് തന്നെ, ആ ഒരു ട്രാക്കിലേക്ക് തന്നെ നമുക്ക് വരണം എന്നുള്ള ആഗ്രഹം. അതാണ് ഇതിന്റെ ഒരു ഡിസിഷൻ. പ്രണവ്, നമ്മുടെ മെനിഞ്ഞാന്ന് അപ്ലോഡ് ചെയ്ത വീഡിയോ കണ്ടായിരുന്നോ? പാർട്ട് 3 ഇന്നലെ കണ്ടായിരുന്നോ? യൂട്യൂബ് ചാനൽ രണ്ട് ദിവസം മുമ്പ് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം വെയിറ്റ് ആൻഡ് വാച്ച് പോളിസി ആയാലും യെസൂസിനെ സൈൻ ചെയ്തതിന്റെ ഡീറ്റെയിൽസ് ആയാലും അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. അതിനകത്ത് റിസൾട്ട് ക്ലബ്ബ് തന്നെ നേരിട്ട് തരുന്നുണ്ട്. നമ്മളായിട്ട് അതിനകത്ത് ഇടയിൽ കയറുന്നില്ല. യൂട്യൂബിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അത് എന്തോ അബൈക്കല്ല, കരോളിസ് തരുന്നുണ്ട്. അപ്പം അതിനകത്ത് അത് കണ്ടിട്ട് നെക്സ്റ്റ് ടൈം കോണ്ടാക്ട് ഫോമിൽ ഇതിന്റെ മറുപടിയോ വെബ് ഫോമിൽ ഇത് അറിയിക്കണേ കണ്ടിട്ട്. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ അത് ചോദിക്കുകയും ചെയ്തു, അതിന്റെ റിപ്ലൈ വരികയും ചെയ്തു. അതിനകത്ത് പിന്നെ അതിന് എന്താ പറയാ, കൗണ്ടർ ആയിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ഫോമിൽ അറിയിച്ചാൽ മതി, നമ്മൾ ചോദിക്കാം. പറഞ്ഞാൽ മതി. ഇതിന്റെ ഫോളോ അപ്പ് ആണ്, വെയിറ്റ് ആൻഡ് വാച്ചിന്റെ ഫോളോ അപ്പ്, അല്ലെങ്കിൽ ആ വീഡിയോയുടെ ഫോളോ അപ്പ് ടൈപ്പ് ചെയ്യുക. ബിക്കോസ് അല്ലെങ്കിൽ കുറെ മെസ്സേജ് നമുക്ക് വരുന്നുണ്ട്, അപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഓൾറെഡി 3-4 പ്രണവ് ഓൾറെഡി മെസ്സേജ് അയച്ചിട്ടുണ്ടോ മനസ്സിലാവില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. ബ്രോ അല്ല, സോറി, ജെർമി ബ്രോ. ഓക്കെ, ഇതിനകത്ത് എല്ലാം നമുക്ക് ക്ലബിനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് ഇങ്ങനെ ഇതിലായതുകൊണ്ട് നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാം. നമുക്ക് ബ്ലൈൻഡ് ആയിട്ട് ചില കാര്യങ്ങൾ നമുക്ക് ക്ലബിനെ പറയാൻ പറ്റില്ല. ഇപ്പൊ എനിക്കൊരു പ്ലെയറിനെ കുറിച്ച് അറിയാം. എനിക്ക് തോന്നുന്നു നമ്മൾ 2-3 വർഷമായിട്ട് ആ പ്ലെയറിനെ ഭയങ്കര ഒരു ഫോർട്ട് പേഴ്സ്യൂട്ട് എന്നൊക്കെ പറയാം. അത്രയ്ക്ക് രീതിയിൽ നമ്മളിങ്ങനെ പുള്ളി ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുക, ഭയങ്കര ഒരു കിട്ടണം എന്നൊരു വാശിയാണ്. പക്ഷെ പുള്ളി ആ പ്ലെയറിനെ സംബന്ധിച്ചിട്ട് പ്ലെയർ പ്രിഫർ ചെയ്യുന്നൊരു ക്ലബുണ്ട്. അപ്പൊ ആ ക്ലബിലേക്ക് പോകാനാണ് പുള്ളിക്ക് താല്പര്യം. പ്ലെയറിന്റെ പേര് പറയുന്നില്ല. ഓക്കെ, ഒരു പ്ലെയറിന് നമ്മൾ ഓഫർ ചെയ്തത് ഇപ്പൊ പുള്ളി കളിക്കുന്ന ടീമിനെക്കാളും വലിയൊരു ഓഫർ നമ്മൾ പ്ലേസ് ചെയ്തു. പക്ഷെ എന്നിട്ട് പുള്ളി പ്രിഫർ ചെയ്തത് ആ ഒരു ക്ലബിനെയാണ്. അപ്പൊ ഈ ക്ലബിനെ പ്രിഫർ ചെയ്യാന്ന് വെച്ചാൽ പല റീസൺസ് ഉണ്ട്. കാരണം ചിലർ എന്താ പറയുന്നത്, നിങ്ങൾക്ക് ഇപ്പം എന്താ പറയുന്നത്, ചില പ്ലേയേഴ്സിന്റെ പുള്ളുണ്ട് ഈ ക്ലബിലോട്ട് വരണം എന്നുള്ളത്. ചില ഏജന്റുമാരുടെ ഗെയിം ഉണ്ട്. അതുപോലെ എന്താ പറയുക, ചില ക്ലബിനെ സംബന്ധിച്ച് അവർക്ക് ലെഗസി അല്ലെങ്കിൽ എന്താ അവർ കുറെ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ ട്രാൻസ്ഫേഴ്സിൽ ഡിസൈഡിങ് ആണ്. സോ ഞാൻ പറയുന്നത് എല്ലാത്തിലും എന്താ പറയുന്നത്, ക്ലബിന്റെ മാനേജ്മെന്റ് കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ ഫോറിൻ പ്ലേയേഴ്സിന്റെ കാര്യത്തിൽ വെയിറ്റ് ആൻഡ് വാച്ച് ഒഴിവാക്കാം എന്നുള്ളത് എന്റെ ഒപ്പീനിയൻ ആണ്. പക്ഷേ നമ്മൾ ഡൊമസ്റ്റിക് പ്ലേയേഴ്സിന്റെ കാര്യത്തിൽ ഒരിക്കലും എന്താ പറയാ, നമുക്ക് ക്ലബ് മാനേജ്മെന്റിനെ പൂർണ്ണമായിട്ട് നമുക്ക് എന്താ പറയുന്നത് അവരെ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം there are so many factors. കാരണം ഇന്ത്യൻ ഫുട്ബോൾ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എന്താ ജെന്റിൽമാൻ ബിസിനസ് അല്ലെങ്കിൽ ജെന്റിൽമാൻ ഫുട്ബോളിംഗ് തീരല്ല. പലപ്പോൾ അതിനകത്ത് ഡേർട്ടി ഗെയിംസ് ഒക്കെ നല്ല ഇൻവോൾവ് ആകുന്നു. സോ ഞാൻ പറഞ്ഞു തന്നത് എന്താ പറയുന്നത്, ക്ലബിനെ ക്രിട്ടിസൈസ് ചെയ്യേണ്ടത് ക്രിട്ടിസൈസ് ചെയ്യണം. പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റത്തില്ല. ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റുന്നത് there are so many other factors. സോ ജസ്റ്റ് നിങ്ങളുടെ മനസ്സിലൊന്നിരിക്കുക. പിന്നെ നിങ്ങൾ ഏതെങ്കിലും ഗ്രൂപ്പിലുണ്ടായാലും ആ രീതിക്ക് ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എഡ്യൂക്കേറ്റ്. ഞാൻ ഇത് പറഞ്ഞതിന്റെ കാരണം എന്ന് വെച്ചാൽ തന്നെ എഡ്യൂക്കേറ്റ്. കാരണം 10 പേരേ ഉള്ളൂ നിങ്ങളുള്ള ഗ്രൂപ്പിൽ. ഇഫ് യു ക്യാൻ എഡ്യൂക്കേറ്റ് എന്നത്. അപ്പം ചില പ്ലേയേഴ്സ് കാര്യത്തിൽ അങ്ങനെയാണ്. സോ അതാണ് ബേസിക്കലി പറയാനുള്ളത്. ഞാൻ പിന്നെ സ്പോർട്ടിംഗ് ഡിസിഷനിൽ എന്തുകൊണ്ട് മിണ്ടാതിരുന്നില്ല, എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് വെച്ചാൽ ഈ കാര്യങ്ങൾ നമുക്കറിയാം. എന്താ പറയുന്നത്, ഈ പല കാര്യങ്ങളും നമുക്ക് പ്ലേയേഴ്സിനെ ഇത് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. എസ്പെഷ്യലി ഡൊമസ്റ്റിക് പ്ലേയേഴ്സിന്റെ കേസിൽ നമുക്ക് ഓഫർ ഒക്കെ നമ്മൾ കയറ്റി വെച്ചാലും ചില സമയങ്ങളിൽ there are many other factors. അത് നമ്മൾ ആരാധന പുരുഷന്മാരായിട്ട് കൊണ്ട് നടത്തുന്ന പ്ലേയേഴ്സിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. സോ കീപ് ദാറ്റ് ഇൻ യുവർ മൈൻഡ്. വി ക്യാൻ എഡ്യൂക്കേറ്റ് them. നമ്മൾ ഫാബ് ഉണ്ടാക്കിയ നല്ലൊരു ഇനീഷ്യേറ്റീവ് ആണ്. അതിനെ പോലും ക്രിട്ടിസൈസ് ചെയ്യുന്ന ഫാൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ക്രീവിൻ നല്ലൊരു ഇനീഷ്യേറ്റീവ് ആയിരുന്നു, അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഫാൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ എല്ലാത്തിലും കയറി ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കുക. ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഇതുണ്ടായി, അതിൽ ആ പുള്ളി പറഞ്ഞത്, എടാ പലപ്പോഴും ഈ നമ്മൾ എന്താ പറയുന്ന മഞ്ഞപ്പടയൊക്കെ മീറ്റിംഗിൽ വെച്ചപ്പോ ഉണ്ടാകുന്ന പ്രശ്നം വെച്ചാൽ അവര് വലിയായിട്ട് മാറ്റർ ചെയ്യാത്ത കുറെ കാര്യങ്ങൾ, അതായത് ക്ലബിന്റെ ഒരു സീരിയസ് ആയിട്ടുള്ള അജണ്ടാസിലല്ല അവർ സംസാരിക്കുന്നത്. പലപ്പോഴും ക്ലബ് ഏറ്റവും ലീസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇതൊക്കെ ഏറ്റവും അവസാനം ചെയ്യാം എന്ന് കരുതുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ പലപ്പോഴും ഇതായിട്ട് സംസാരിക്കുന്നത്. അപ്പൊ എന്താ പറയുക, കീ പോയിന്റ്സ് നമുക്ക് പലപ്പോഴും മിസ് ഔട്ട് ആവും. സോ നമ്മൾ എന്താ പറയുന്നത്, ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ടേക്ക് ഇറ്റ്, അല്ലെങ്കിൽ അബിക്കിനെയൊക്കെ ടാഗ് ചെയ്യുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള പോയിന്റ്സിലേക്ക് ചെയ്യുക. ചില കാര്യങ്ങൾ നമുക്ക്
ക്ലബിന്റെ സ്കോപ്പിന് ബിയോണ്ട് ദ സ്കോപ്പ്. സോ കീപ് ദാറ്റ് ഇൻ യുവർ മൈൻഡ്. ഇത്രേ ഉള്ളൂ പറയാൻ. ഓക്കെ, അഗൈൻ ഈ ഫോറിൻ പ്ലേയേഴ്സ് ബ്രോ പറഞ്ഞത് വീണ്ടും ആ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കരോലിസ് സൈറ്റ് ചെയ്യുന്നത് ഫോറിൻ പ്ലേയേഴ്സിനാണ് തോന്നുന്നു. റീസൺ വൈ ദേ ആർ വൈ വി വെയിറ്റ് ആൻഡ് വാച്ച് ചെയ്യുന്നതാണ്. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ കണ്ടിരുന്നു. ഞാൻ പിന്നെ ഇൻ ജനറൽ ആയിട്ട് ഇവിടെ പറഞ്ഞപ്പോൾ ഞാൻ അവർക്ക് ഒരു എഡ്യൂക്കേഷണൽ പേർപ്പസ് എന്നുള്ള രീതിയിൽ നമുക്കറിയാവുന്ന കാര്യം കൂടെ അറിയട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്. ഓക്കെ വിനായക് ബ്രോ. ഞാൻ ആക്ച്വലി ഇതിനൊരു ഫോളോ അപ്പ് ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, അതായത് ഇപ്പൊ ജീസസിന്റെ വെയിറ്റ് ആൻഡ് വാച്ച് പോളിസിക്ക് പറഞ്ഞിരുന്നു. അപ്പം അല്ല, ഇതിൽ ഏറ്റവും ഒരു കോൺസ്പിറസി ആയിട്ട് എനിക്ക് തോന്നുന്നൊരു നിങ്ങൾക്ക് ഈ ലഗാർട്ടോന്റെ സൈനിങ് ആണ്. ഇപ്പം ലഗാർട്ടോനെ നമ്മൾ വിന്റർ ട്രാൻസ്ഫർ വിന്ററിൽ കൊണ്ടുവരുന്നു, ട്രാൻസ്ഫർ കണ്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. ഈവൻ 2 year കോൺട്രാക്ട് എന്തോ അല്ലേ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ലഗാർട്ടോ വന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ലൈക്ക് വി നീഡഡ് എ DM. അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം നമുക്ക് ഒരു സമയത്താണെങ്കിൽ ഇപ്പം ഈവൻ സ്റ്റാറയുടെ ടൈമിലാണ് നമുക്ക് ബോൾ വിൻ ചെയ്യാൻ, മിഡ്ഫീൽഡ് വിൻ ചെയ്യാൻ ആയിരുന്നായിരുന്നു. അപ്പം ആ സമയത്ത് ഒരു ഫിസിക്കാലിറ്റി ഉള്ള പ്ലെയർ കൊണ്ടുവരുന്നത് നമുക്ക് പിന്നെ മനസ്സിലാക്കും. ഈവൻ ഡാഷിന്റെ ഒരു ബോൾ കൺട്രോളിക്ക് നമ്മൾ എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യണം. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു പ്ലെയറിനെ, അതായത് ലൈക്ക് ലഗാർട്ടോനെ കൊണ്ടുവന്നു, അത് തോമസിന്റെ പീരീഡിലും കണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ടൊമക്കിനെ പിന്നെ നമുക്ക് ലൈക്ക് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ പുതിയൊരു കോച്ച് വരുന്നുണ്ട് എന്നുള്ളൊരു കോൺടാക്ട് അവിടെ വെക്കുകയാണെങ്കിൽ ദെൻ നമ്മളൊരു പ്ലെയറിനെ ഇത്ര ഒരു ട്രാൻസ്ഫർ കൊടുത്ത് അല്ലെങ്കിൽ ഇത്ര ലോങ് കോൺട്രാക്ട് കൊടുക്കുന്നതിന് ലോജിക്ക് ചില സമയത്ത് എനിക്ക് എന്താണെന്ന് മനസ്സിലായിട്ടില്ലായിരുന്നു. ഈവൻ അതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈവൻ ഇപ്പം ജെറമിയോ പറഞ്ഞ പോലെ ചില പ്ലേയേഴ്സൊക്കെ നിൽക്കാൻ താല്പര്യപ്പെടില്ല. അതിലൊരു വൺ ഓഫ് ദ ഫാക്ടർ ഇവൻ ജെയിംസ് ഒരു ഇന്റർവ്യൂ എന്തോ പറഞ്ഞെന്ന് തോന്നുന്നു, ഇൻഫ്രാസ്ട്രക്ചർ എന്നൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇവൻ നമ്മളും ഫാൻസ് പലപ്പോഴും നമ്മുടെ ട്രെയിനിങ് ഗ്രൗണ്ടിനെ പറ്റി ഉയർത്തിയൊരു ചോദ്യമുണ്ട്. ലൈക്ക് അവിടുത്തെ ലൈക്ക് പ്ലേയേഴ്സ് ഇഞ്ചുറി വരുന്ന കാര്യം, അതേപോലെ തന്നെ ചില സമയത്ത് അവൈലബിലിറ്റി ഇല്ല, അങ്ങനത്തെ കാര്യം. സോ ഇൻഫ്രാസ്ട്രക്ചർ ഒരു വലിയ ഇഷ്യൂ ആണ്. പക്ഷെ അത് ലൈക്ക് ട്രെയിനിങ് ഗ്രൗണ്ട്, അതേപോലെ തന്നെ ജിം പോലത്തെ കാര്യങ്ങൾ. അപ്പം അതിലേക്ക് എങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു കുറച്ചും കൂടെ ഒരു ക്ലിയർ ആയിട്ട് ഐഡിയ മുന്നോട്ട് വെക്കേണ്ട സമയം കഴിഞ്ഞു. കാരണം ഇപ്പൊ തന്നെ 11 ഇപ്പൊ എപ്പോഴാണ് ഇതിന് ചെയ്യാൻ ഒരു ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതിനെപ്പോഴാണ് ഒരു പ്ലാൻ ഇടുന്നതെന്നുള്ള കാര്യം കൂടെ ക്ലബ്ബ് പറഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ലൈക്ക് എല്ലാ പ്രാവശ്യവും ഒരു വേഗമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറയുന്നല്ലോ, അതിനായിട്ട് എപ്പോഴും ഒരു ഫോളോ അപ്പ് ആയിട്ട് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് വീണ്ടും വന്നിരിക്കണം. ഇപ്പം ഒരിടയ്ക്ക് നമ്മുടെ നിഖിലാണെന്ന് തോന്നുന്നു വന്ന് സ്റ്റേഡിയം പണിയുന്ന കാര്യം പറഞ്ഞു, പിന്നെ ഒരു വിവരമില്ല. അപ്പം നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ടാൽ പിന്നെ അതിനുള്ള ഒരു അക്കൗണ്ടബിലിറ്റി എടുക്കണം. അല്ലാതെ ഈവൻ സ്റ്റാരക്ക് റിസോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന പോലെ നമ്മൾ ട്വിറ്ററിൽ ഇപ്പോഴും കിടപ്പുണ്ട് 2 കൊല്ലം മുന്നിൽ. അപ്പം ലൈക്ക് വി പുട്ട് സ്റ്റേറ്റ്മെന്റ് ബട്ട് അക്കൗണ്ടബിലിറ്റി സീറോ ആണ്. അത് എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. ആ കാര്യത്തിൽ ഒരു മാറ്റം വേണം. അതിപ്പം ഈ ഫാബ് അത് മുന്നോട്ട് വെക്കണം. നിങ്ങൾ എങ്ങനെ പ്രഷറൈസ് ചെയ്യുന്നോ അങ്ങനെയായിരിക്കും മുന്നോട്ട് കാര്യം പോകുന്നത്. അപ്പൊ അക്കൗണ്ടബിലിറ്റി നമ്മളിപ്പോ ഒരു ട്വിറ്ററിൽ ഇതിട്ടെന്ന് വെച്ച് സംഭവം എഴുതുന്നത്, അപ്പം നിങ്ങളെ കുറച്ചും കൂടെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് വരുന്നത്. അപ്പം നിങ്ങൾ ആ ഒരു കാര്യം ഒന്ന് പുഷ് ചെയ്യണം. അതിപ്പം സ്പോർട്ടിങ് ആയിക്കോട്ടെ, ഏത് കാര്യങ്ങളായിക്കോട്ടെ. അപ്പം അക്കൗണ്ടബിലിറ്റി സീറോ ആണ് ഇപ്പോഴും. അത് പല കാര്യത്തിലും നമുക്ക് ലിങ്കും ഇല്ല, ഒരു കണ്ടിന്യൂഷനും ഇല്ല. ആ കാര്യത്തിൽ മാറ്റം പ്രധാനമായിട്ട് ഇപ്പൊ വേണം. അപ്പോഴേ ഒരു ഇപ്പം ഏറ്റവും ലോ നിൽക്കുന്ന ഒരു ഫാൻസിനാണെങ്കിൽ പോലും ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. ലൈക്ക് എല്ലാ പ്രാവശ്യം നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ. സോ അതിനൊരു മാറ്റം വേണം. ഈവൻ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്ന ലൈക്ക് നമ്മുടെ സൈനിങ്ങിന് ആണെങ്കിൽ പോലും ഒരു ഇതുണ്ട്, വേഗമായിട്ടുള്ള ഇതുണ്ട് ഈവൻ പല കാര്യത്തിലും. അപ്പൊ അതൊരു കാര്യം വേണമെന്നാണ് ഞാൻ പറഞ്ഞത്. താങ്ക് യു ബ്രോ. നമുക്ക് ഫാബിനുള്ള ഒരു കമന്റ് കൂടെയാണ് അത് വിനായക് ബ്രോ പറഞ്ഞത്. നമുക്കത് നോട്ട് ചെയ്യാം. ഞങ്ങള് റെഗുലർ ആയിട്ട് കീപ് ഓൺ ആസ്കിങ് ദം. അവർ ഡെഡ്ലൈൻ നമ്മൾക്ക് തന്നില്ലെങ്കിൽ, ആൻസർ തന്നില്ലെങ്കിൽ നമ്മൾ ചോദിക്കാം. നമ്മൾ നമ്മുടെ പ്രൊജക്ട് മാനേജ്മെന്റ് ടൂൾസിൽ അത് ഇടാം, ആ ഡെഡ്ലൈൻസ് ഇടാം. ആൻഡ് വി വിൽ ഓൾസോ കീപ് ഫോളോ അപ്പ്. അല്ല, ആക്ച്വലി ഇപ്പൊ ഈവൻ ഈ ഫാബ് പോലും ഇതൊരു ഷോർട്ട് ടേം ആയിട്ട് മാറാൻ ഒരു സാധ്യത ഇല്ലെന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പൊ അത് ആവാതിരിക്കണമെങ്കിൽ നിങ്ങളെ പ്രവർത്തിക്കട്ടെ. അതിപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങളുടെ സാധാ ഫാൻസിന് ചെയ്യുന്ന ഒരു സപ്പോർട്ട് വേണം. ദെൻ ക്ലബും അതിന് അഗ്രി ചെയ്യണം. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ ലോജിക്കൽ ആയിട്ടുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ലണം. മനസ്സിലായില്ലേ? ലൈക്ക് നിങ്ങൾ വെള്ളം കുടിപ്പിക്കണം അവരെ, ചോദ്യം ചോദിച്ച് വെള്ളം കുടി. ആ ഒരു രീതിക്ക് വന്നാൽ മാത്രമേ ഇതിന് ഉപയോഗം. അല്ലെങ്കിൽ ഫാൻസിന് നിങ്ങളുടെ ട്രസ്റ്റ് മാറും, ഫാബില്ല, ഡിസൊല്യൂഷൻ ആയിപ്പോകും. അപ്പം ലൈക്ക് അതിലൊരു കാര്യമില്ല. ഇറ്റ് ഷുഡ് നോട്ട് ബി എ ടെമ്പററി തിങ്. ഇവിടെ ഒരു ഡയലോഗ്സ് പോലെയും അതേപോലെ ഓരോ പ്രവർത്തനം പോലും ഇപ്പം നമ്മുടെ യെല്ലോ മാനെ പോലെ ഒരു ചെറിയ ഷോർട്ട് ടേം ആയിട്ടുള്ള സംഭവം ആവില്ല, ലോങ് ടേം ആയിരിക്കണം. നമ്മളെപ്പോഴും സസ്റ്റൈനബിലിറ്റി പറയുന്നുണ്ട്, എന്നിട്ട് അതെപ്പോഴും എല്ലാ കാര്യത്തിലും അതിപ്പം ഷോർട്ട് ടേം ആയി മാറുകയാണ്. സോ ഫാബ് അങ്ങനെ ആവില്ല. അതുകൊണ്ടാണ് പറഞ്ഞ ഒരു നിങ്ങളോട് അക്കൗണ്ടബിൾ ആവണം. ലൈക്ക് അതാണ് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് പറയുന്നത്. അപ്പം ആ ഒരു കോൺസെപ്റ്റിലേക്ക് മാറണം. ലൈക്ക് ഇനി അടുത്ത കൊല്ലം മുതൽ ആ ഒരു പഴയ കാര്യം വരരുത്, അതാണ് ഉദ്ദേശിച്ചത്.
വിനായക്, നമ്മുടെ ഇപ്പൊ പറഞ്ഞതുപോലെ അക്കൗണ്ടബിലിറ്റിയുടെ കാര്യം പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇപ്പം സ്റ്റേഡിയം ആയാലും സ്റ്റേഡിയത്തിന്റെ കാര്യം പലതും നടക്കില്ല എന്നുള്ളത് പലതും അറിയായിരിക്കുമല്ലോ. അപ്പം അതിന്റെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അക്കൗണ്ടബിലിറ്റിയുടെ മിസ്സിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നമ്മുടെ അറിയിക്കാൻ പറ്റിയാൽ ലിസ്റ്റ് ഔട്ട് ചെയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും സോഴ്സ് ആയിട്ടോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയിക്കാൻ പറ്റിയാൽ നമ്മളത് ടീമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് പ്രയോറിറ്റിയിൽ നമുക്കത് ചോദിക്കാൻ പറ്റും നോക്കാം. അപ്പൊ കാരണം സ്റ്റേഡിയം ആയാലും പക്ഷെ അല്ലെങ്കിൽ ഇപ്പം വേറെ നിലവിലുള്ള നിങ്ങൾക്ക് ഒരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സ്റ്റേഡിയം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈവൻ നമ്മൾ ഇപ്പം ട്രെയിനിങ് ഗ്രൗണ്ട് ആകുന്ന സമയം എടുക്കും. അത് പ്രോസസ്സാണ്. പക്ഷെ ഇപ്പൊ ഒരു നിലനിൽക്കുന്ന ചോദ്യം വെച്ച് കഴിഞ്ഞാൽ അടുത്ത കൊല്ലം എന്താണ് പ്ലാൻ? നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കാനുള്ള പ്ലാൻ ഉണ്ടോ എന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ അവിടെ ചോദിക്കണം. ലൈക്ക് ഇതുവരെ യാതൊരു മൂവ്മെന്റ് ഇല്ല. മൂവ്മെന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുമായിരിക്കാം. നമുക്ക് അറിയേണ്ട ആവശ്യം, ലൈക്ക് എല്ലാത്തിനും സീക്രസി എന്ന സംഭവമുണ്ട്. പക്ഷെ റിസൾട്ട്സിനുള്ള അടുത്ത സ്റ്റെപ്പുകൾ ഇവർ എടുക്കണം. ലൈക്ക് നല്ല പ്ലേയേഴ്സ് ഉണ്ടെന്ന് എല്ലാ പ്രാവശ്യം നമ്മൾ പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുമ്പോൾ മേ ബി ഒന്നല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു പോർഷൻ ആ പ്ലെയർ വീക്ക് ആയിരിക്കും, അതിനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന മറ്റേ പ്ലെയറിനായിരിക്കും നമ്മൾ സൈൻ ചെയ്യും. ഇപ്പം ഇത് പറഞ്ഞിട്ട് ക്ലിയർ ആക്കുക. അതായത് ഇപ്പം പെപ്രയിനെ കൊണ്ടുവന്നു, പെപ്രയ്ക്ക് ഫിനിഷ് ചെയ്യാൻ കഴിയില്ല, പക്ഷെ ജീസസിന് ചെയ്യാൻ പറ്റും. ജീസസിന് ഫിസിക്കാലിറ്റി ഇല്ല, പക്ഷെ പെപ്രയ്ക്ക് പറ്റും. പക്ഷെ അതുപോലെ ഒരു കോംപ്ലിമെന്റ് ആയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് നമ്മൾ എപ്പോഴും പോകുന്നത്. നമ്മൾ ബാക്കി ടീമിനെ പോലെ എന്തുകൊണ്ട് നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടൊരു സൈൻ നമ്മൾ നടത്തുന്നില്ല? എല്ലാ പ്രാവശ്യവും ഒന്നൊരു ഇഞ്ചുറി അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ, ഇഞ്ചുറി നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, ഓക്കെ, ഐ അഗ്രി. പക്ഷെ ഒരു ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ പെർഫോമൻസിന്റെ കാര്യത്തിൽ നമുക്ക് എക്സ്ക്യൂസ് പറയാൻ പറ്റില്ലല്ലോ. അത് പ്ലേയേഴ്സിന് ഒരു കമ്പാഷൻ അല്ലെങ്കിൽ പാഷൻ ഇല്ലാത്തതുകൊണ്ടാണോ, അതോ അവർക്ക് പെർഫോം ചെയ്യാൻ മൈൻഡ് ഇല്ലാത്തതുകൊണ്ടാണോ, അത് പെർഫോം ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണോ? അതുപോലെ കാര്യങ്ങൾ ഫാക്ടേഴ്സ് കൊണ്ട് വരുന്നുണ്ട്. അത് നമ്മൾ ആരും ചോദിക്കുന്നില്ല ഇതുവരെ. എല്ലാ പ്രാവശ്യം പ്ലേയേഴ്സിന് അടിപൊളി, പിന്നെ ആ പ്ലേയേഴ്സ് ഇഞ്ചുറി ചെയ്ത് ഫോം ഡിപ്പായി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പല എക്സ്ക്യൂസും. പക്ഷെ ഷോഡ് നോട്ട് ബി ലൈക്ക് ദാറ്റ്. ലൈക്ക് അതിൽ എന്തെങ്കിലും മാറ്റം വേണം. അതിപ്പം മെന്റാലിറ്റി ഇന്റന്റ് ഇല്ലായിരുന്നു ഒരിടയ്ക്ക്. അത് നമ്മൾ പറഞ്ഞു പറഞ്ഞ് എങ്ങനെയൊക്കെ ഇന്റന്റ് എത്തിച്ച് അവസാനം നമ്മുടെ വേൾഡ് കപ്പിന് അവസാനം നമ്മുടെ സ്ട്രൈക്കർ എങ്ങനെ ഫിനിഷ് ചെയ്യുന്നു മറന്നുപോയി. അതൊക്കെ നമുക്ക് എപ്പോഴും ലൈക്ക് ഹീസ് നമ്പർ 9, ഹി ഷുഡ് ബി ഏബിൾ ടു ഫിനിഷ് യുവർ ചാൻസസ്. പക്ഷെ അത് ചെയ്യാൻ പറ്റുന്നില്ല. പ്ലേയേഴ്സിന്റെ ചിലപ്പോൾ ഓപ്റ്റ് ആയിരിക്കും, ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ എത്ര നാൾ ഈ എക്സ്ക്യൂസ് പറ്റും? ആ പെർഫോമൻസ് അക്കൗണ്ടബിൾ ആവേണ്ടതും അല്ലെങ്കിൽ അതിന്റെ മറുപടി പറയേണ്ടത് ഒരു പക്ഷേ കോച്ചിങ് അല്ലെങ്കിൽ മാനേജ്മെന്റോ അല്ലെങ്കിൽ ട്രെയിനിങ് ടീമോ ആണല്ലോ. അപ്പം ലൈക്ക് അതിനൊരു മാറ്റം വേണം, അതാ പറഞ്ഞത്. ഇതിൽ നമ്മൾ ഓൾറെഡി ക്ലബിനും അതറിയാം, നമുക്കും അതറിയാം. കാരണം ഫാൻസ് എല്ലാവർക്കും നമുക്കറിയാം റിസൾട്ടാണ് മെയിൻ ആയിട്ടുള്ള കാര്യം എന്നുള്ളത്. അപ്പൊ അതിന്റെ ഒരു ഫാബ് മീറ്റിംഗിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ് മറ്റേ പ്രൊജക്ട് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മളും വെയിറ്റിംഗ് ആണ് ക്ലബ് എന്താണ് അതിൽ ഇനിഷ്യേറ്റീവ് ആയിട്ട് എടുക്കാൻ പോകുന്നതെന്നും എന്താണ് മാറ്റം കൊണ്ടുവരാൻ പോണെന്നും കാണാനായിട്ട്. കാരണം ഈ സീസണിലായിരിക്കും അതിന്റെ ഒരു എഫക്റ്റ് വരുന്നതെന്ന് നമ്മൾ തോന്നുന്നു. ഫസ്റ്റ് ഫാബ് മീറ്റിംഗിൽ സംസാരിച്ചതിനകത്ത് മെയിൻ ആയിട്ട് അവർ ക്ലബ്ബ് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഈ പ്രൊജക്ട് സ്റ്റാർ എന്ന് പറയുന്നത്. സോ അത് കാണാൻ പറ്റും എന്നാണ് വിശ്വാസം. നോക്കാം. അത് ബാക്കി ഫിംഗേഴ്സ് ക്രോസ്ഡ് എത്രയും പെട്ടെന്ന് ഫിംഗേഴ്സ് ക്രോസ്. അതെ അതെ അതെ. ജെറമി നല്ലൊരു ഇനിഷ്യേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ട് അത്. ഒരു ജർമ്മി ഒരു മിനിറ്റ്, തെരേസ ആദ്യം കൈവക്കിയിട്ട് പോയായിരുന്നു, പുള്ളിക്കാരി ഇതുവരെ സംസാരിച്ചുള്ള. അപ്പോ എനിത്തിങ് തെരേസ? ഓക്കെ, നേരത്തെ ഇവിടെ റേഞ്ച് കട്ടായപ്പോ എനിക്ക് പറയാൻ പറ്റില്ല. ഇത് നേരത്തെ പറഞ്ഞ കാര്യമാണെന്ന് എനിക്കറിയത്തില്ല. കോമൺ ആയിട്ടുള്ള ഒരു പോയിന്റ് ഇപ്പൊ പറയാവോ? പറഞ്ഞോളൂ. എനിക്ക് മെയിൻ ആയിട്ട് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, കുറച്ചും കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗോൾ കീപ്പറിനെ വാങ്ങുകയാണെങ്കിൽ ഇനി അപ്കമിങ് മാച്ചസിൽ റിസൾട്ട് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, വേറെ ആഡ് ചെയ്യാനുണ്ടോ അതോ ഇത് മാത്രമേ ഉള്ളൂ? ഓക്കെ, ജർമ്മനി ബ്രോ കണ്ടിന്യൂ ചെയ്തോ. ഓക്കെ അപ്പം ഗോൾ കീപ്പറിന്റെ കാര്യം ഇപ്പൊ പറയട്ടെ. അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം പ്ലേയേഴ്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു ഡിസിഷൻ. കാരണം പലപ്പോഴും നമ്മുടെ ഇന്റഗ്രേഷൻ ഭയങ്കര പ്രിമച്യൂർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രിമച്യൂർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സച്ചിൻ സുരേഷ്, ഇപ്പൊ നമുക്ക് ബാഴ്സ, ഇപ്പം ഞാൻ യൂറോപ്പിലൊക്കെ ടീംസിനെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യാറുണ്ട്. ഇപ്പം റയലിന്റെ ഫാനാണല്ലോ, ഞാൻ ബാഴ്സനെ ഒബ്സർവ് ചെയ്തപ്പോൾ കണ്ടൊരു കാര്യം, അവിടെ ഇപ്പോഴത്തെ ടോപ്പ് 2 ഗോൾ കീപ്പേഴ്സ് വന്ന സ്കെസ്നിയും അതുപോലെ മാറ്റ്സും ആണ്, ടെസ്റ്റിഗനും ആണ്. അപ്പം അവർക്ക് വേറൊരു ഗോൾ കീപ്പർ പെന്യ എന്ന് പറയുന്നത്, പുള്ളി ആക്ച്വലി പറയുന്നത് നല്ല ഗോൾ കീപ്പറാണ്. ശരിക്കും പറഞ്ഞാൽ കറന്റ് ഫോമിൽ ടെസ്റ്റിഗിനെക്കാളും ഒരു സ്കെസ്നിയെക്കാളും ഒക്കെ നല്ല ടോപ്പാണ്. പക്ഷെ എന്നാലും ആ ഒരു ഗോൾ കീപ്പർ അവര് മെയിൻ ടീമിലോട്ട് ഇന്റഗ്രേറ്റ് ചെയ്തത് ഭയങ്കര എന്താ പറയുന്നത്, പുള്ളിക്ക് ആ കൊടുക്കേണ്ട എക്സ്പോഷർ കൊടുത്താൽ ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ ലാസ്റ്റ് സച്ചിന്റെ കേസിൽ എന്താ ചെയ്തത്, സച്ചിൻ ഓൾ ഓഫ് എസ് പറഞ്ഞു വിടുകയാണ്. അതിന് മുന്നത്തെ സീസൺ മറ്റേ സൂപ്പർ കപ്പിൽ സഹീഫിന് ഓൾ ഓഫ് എസ് ആണ് പറഞ്ഞു വിട്ടു, പുള്ളിക്ക് നല്ല തെറിവിളി കിട്ടും. അതൊരു ഫസ്റ്റ് സീസണിൽ ബിജോയിന്റെ സീസണിന്റെ ഫസ്റ്റ് ഗെയിം തന്നെ സ്റ്റാർട്ട് ചെയ്തു, പുള്ളിക്ക് നല്ല തെറിവിളി കിട്ടു. പിന്നെ ബിജോയ് എന്ന് പറഞ്ഞ പേര് നമ്മൾ കേട്ടിട്ടില്ല. നെക്സ്റ്റ് സന്ദേശം ഇങ്ങനെ കേട്ട് നമ്മൾ പൊക്കിക്കൊണ്ട് വന്നതാണ്, പക്ഷെ പിന്നെ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ പറയുന്നത് ഈ റിസർവ് ടീമിൽ നിന്ന്
ശരിയാണ്, എക്സെപ്ഷണൽ ആയിട്ടുള്ള ടാലൻസ്. ഇപ്പൊ കോറിന്റെ കേസിൽ കോർ ഒരു എക്സെപ്ഷണൽ ടാലന്റ് ആണ്. പക്ഷെ എല്ലാ പ്ലേയേഴ്സും അങ്ങനെയല്ല. ചിലർക്ക് കോൺഫിഡൻസ് ഇഷ്യൂസ് ഉണ്ട്, ചിലർക്ക് അതുപോലെ ഈ ബിഗ് സ്റ്റേജിൽ വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഈ റിസർവ് ടീമിൽ നിന്ന് സീനിയർ ടീമിലോട്ടുള്ള പക്ഷേ ലിബറൽ ആക്കണം. ലിബറൽ എന്ന് പറയുമ്പോൾ അവർക്ക് ശരിയാണ്, ഇതൊരു കോച്ചിങ് ഡിസിഷൻ ആണ്, അത് ഞാൻ എഗ്രി ചെയ്യുന്നു. ഓക്കെ, ഒബ്വിയസ്ലി ഞാൻ എഗ്രി ചെയ്യുന്നു. പക്ഷെ ഓൾ ഓഫ് എസ് ആണ് കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യാതെ സ്ലോ ആയിട്ട് ആർക്കാ കൊടുക്കേണ്ട എക്സ്പോഷർ നൽകി ഇന്റഗ്രേറ്റ് ചെയ്യണം നല്ലതാണ്. പിന്നെ പല ഫാൻസിനോട് ഇന്ററാക്ട് ചെയ്തപ്പോൾ മനസ്സിലായത്, റിയലിസ്റ്റിക്കലി സ്പീക്കിംഗ് മോഹൻ ബഗാനെ പോലെ അല്ലെങ്കിൽ ഈസ്റ്റ് ബംഗാളിനെ പോലെ എത്ര കാശിന് ഏത് പ്ലേയേഴ്സിനെ വെള്ളം വാങ്ങാന്നിരിക്കുന്ന ഒരു ലീഗിൽ നമുക്ക് ഷീൽഡ് എന്ന് പറയുന്നത് റിയലിസ്റ്റിക് ആയിട്ട് നമുക്കൊരു അച്ചീവബിൾ ആയിട്ടുള്ള ഡ്രീം അല്ല. ഐ മീൻ നമ്മൾ ഫാൻസ് എന്ന രീതിയിൽ നല്ല മെന്റാലിറ്റി ഒക്കെ വേണമെന്ന് ഞാൻ പറയുന്ന ആളാണ്. പക്ഷെ എന്നാലും റിയലിസ്റ്റിക്കലി സ്പീക്കിംഗ് അതൊരു അച്ചീവബിൾ ആയിട്ടുള്ള ഡ്രീം ആണെന്ന് സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെ എഗ്രി ചെയ്യുന്നില്ല. കാരണം അത് ക്ലബിന്റെ മാനേജ്മെന്റിന്റെ ഒരു റീസെന്റ് സൈനിങ്സ് ഒക്കെ റിഫ്ലക്ട് ചെയ്തിരിക്കുന്നതിന്റെ റിസൾട്ട് ആയിരിക്കും. അപ്പൊ പിന്നെ നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് കിട്ടാൻ ചാൻസ് ഉള്ളതെന്ന് വെച്ചാൽ ഒരു ടോപ്പ് 5 ടോപ്പ് ഫോർ ഫിനിഷൻ, പിന്നെ ഒരു പ്ലേ ഓഫ് സ്പോട്ടിൽ കയറുക, ISL കപ്പ് അടിക്കാൻ പറ്റും. പിന്നെ ഈ സീസൺ നമുക്ക് ഡ്യൂറൻ കപ്പിൽ നോർത്ത് ഈസ്റ്റ് കപ്പ് അടിച്ചു. അതുപോലെ സൂപ്പർ കപ്പിലെ ലാസ്റ്റ് സീസൺ ഈസ്റ്റ് ബംഗാളിന്റെ ലീഗിലെ പൊസിഷൻ നമുക്കറിയാം, പക്ഷെ ലാസ്റ്റ് സീസൺ കപ്പ് അടിച്ചു ഏഷ്യയിലും. സോ റിയലിസ്റ്റിക്കലി സ്പീക്കിംഗ് നമുക്ക് അച്ചീവബിൾ ആയിട്ടുള്ള 3 കപ്പ് ഔട്ട് ഓഫ് ദ 4 പോസിബിൾ തിങ്സ് നമുക്ക് അച്ചീവബിൾ ആയിട്ടുള്ള 3 കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡ്യൂറൻ കപ്പ് അച്ചീവബിൾ ആണ്, സൂപ്പർ കപ്പ് അച്ചീവബിൾ ആണ്, അതുപോലെ നമ്മുടെ ISL കപ്പ് അച്ചീവബിൾ ആണ്. ഈ സൂപ്പർ കപ്പിന്റെ കേസിൽ വിനായക് നേരത്തെ പറഞ്ഞത് നമ്മുടെ സ്ട്രൈക്കർ എന്താണ് ആ ഒരു ഗെയിമിൽ കാണിച്ചത്. ആ ഒരു ടീമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മോഹൻ ബഗാന്റെ ബി ടീമായിരുന്നു. അവരാണ് വന്നിട്ട് നമ്മളെ എടുത്തിട്ട് പോയത്. അപ്പോ എന്താ പറയുന്നത്, അങ്ങനത്തെ അതൊക്കെ റിയലിസ്റ്റിക് ആയിട്ട് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു ആ ഒരു ഇതിന് ഗോവ കഴിഞ്ഞാൽ ഏറ്റവും നല്ല സ്ക്വാഡ് നമ്മുടേതായിരുന്നു. എല്ലാ പ്ലേയേഴ്സും ഓൾമോസ്റ്റ് എല്ലാ പ്ലേയേഴ്സും ഉണ്ടായിരുന്നു, നല്ലൊരു ഇതായിരുന്നു. പിന്നെ ബംഗളൂരു ഉണ്ടായിരുന്നു തോന്നുന്നു. ഓക്കെ, അതൊരു വേണമെങ്കിൽ ഒരു സെമിഫൈനൽ വാസ് ഗ്യാരണ്ടി. പക്ഷെ നമ്മൾ ക്വാർട്ടേഴ്സിൽ തോറ്റു പുറത്ത്. സോ ഞാൻ പറഞ്ഞു തരുന്നത്, ഇന്ത്യന്റ് വേണ്ടത് ഇങ്ങനെയുള്ള കപ്പിലാണ്. അതിലേക്ക് ഇന്ത്യൻ ഇച്ചിരി കൂടെ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. പിന്നെ മറ്റേ ലഗാത്തോട്ട സൈനിങ് അതൊക്കെ പലർക്കും എന്താ ഇപ്പൊ ഉണ്ടായെന്നുള്ള അവസ്ഥയാണ്. കാരണം അത് പുള്ളിനെ സൈൻ ചെയ്ത ടൊമാസിന്റെ കീഴിലാണ്. പക്ഷെ പിന്നെ നമ്മൾ ടൊമാസിനെ മാറ്റി കത്താലെ ഇത് ചെയ്തു. പിന്നെ ഇടയ്ക്ക് ലൊബേറയുടെ പേര് വരുന്നു. അതിന്റെ ഇടയ്ക്ക് അങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, ഒന്ന് റിസർവ് ടീമിൽ നിന്നുള്ള ഇന്റഗ്രേഷൻ, പിന്നെ 2 എന്താ പറയുന്നത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസിന് ഇച്ചിരി കൂടെ പ്രയോറിറ്റി കൊടുക്കുക. പിന്നെ സൂപ്പർ കപ്പിന്റെ കേസിൽ അത് പ്രൊജക്ട് സ്റ്റാറിന്റെ ഭാഗമാക്കാൻ വേണമെങ്കിൽ, കാരണം കോണ്ടിനെന്റൽ ഒരു ഇതുണ്ട്, കോണ്ടിനെന്റലിൽ നമുക്ക് പോകാൻ പറ്റും, എന്താ പറയുക ഏഷ്യയിലേക്ക് പോകാൻ പറ്റും. സോ അതൊക്കെ ഒരു ഇതാണ്. അപ്പം റിയലിസ്റ്റിക് ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതിലൊക്കെ നോക്കുക. പിന്നെ റിസർവ് ടീമിൽ നിന്നുള്ള ഇന്റഗ്രേഷൻ, അത് രണ്ടും പറയാൻ പറ്റുമെങ്കിൽ പറയുക. ഐ അഗ്രി. ഐ മീൻ ഐ നോ ദാറ്റ് ദിസ് ഇസ് നോട്ട് ലൈക്ക് എന്താ പറയുന്നത് എല്ലാം ഫാബിന് ഡയറക്ട്ലി ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്ന ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് അല്ല. മീൻ ഇതൊക്കെ കോച്ച് എടുക്കുന്ന ഡിസിഷൻ ആണ്. പക്ഷെ എന്നാൽ ഈ റിസർവ് ടീമിന്റെ ഇന്റഗ്രേഷൻ ക്യാൻ ബി ജസ്റ്റിഫൈഡ് ഐ ഗസ്. തീർച്ചയായും നമുക്ക് ഇതിന്റെ റേസ് ചെയ്തിട്ട് ക്ലബ് റീസൺസ് തരാണെങ്കിൽ വി വിൽ ഫോർവേഡ് ഇറ്റ് ടു ഫാൻസ്. ഗൂഗിൾ ബ്രോ? ഞാൻ ഈ പറഞ്ഞ പോയിന്റ് കയറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞ റിസർവ് ടീമിന്റെ കേസ്. നമ്മള് റിസർവ് ടീമിന്റെ കേസ് ഇന്റഗ്രേറ്റ് എന്ന് പറയുന്ന കാര്യം പറയുമ്പോൾ നമ്മൾ ഭയങ്കര മോശമായിട്ടുള്ളൊരു ആസ്പെക്ട് ഉള്ള ഒരു സാധനമാണ് ലോണിങ് പ്ലേയേഴ്സ് എന്നുള്ളത്. എസ്പെഷ്യലി നമ്മുടെ യങ് ടാലൻസ്. നമുക്ക് കുറേ പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പോ യൊഹംബ എന്നൊക്കെ പറയുന്ന ആളൊക്കെ ഓഫ് കോഴ്സ് പുള്ളി ഒരു ടൈമില് വിപിനേക്കാളും ഹൈ സീലിംഗ് ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് റിസർവ്സിൽ കളിച്ചോണ്ടിരുന്ന സമയത്ത്. ബട്ട് ഒരു ഇഞ്ചുറി വന്നു, അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വന്നു. ബട്ട് നമ്മൾ യങ് പ്ലേയേഴ്സിന്റെ കേസിൽ നമ്മൾ ലോണിങ് ദ പ്ലേയേഴ്സ് എന്ന് പറയുന്ന സാധനം നമ്മൾ ഫസ്റ്റ് ടീമിൽ നിന്ന് മാത്രമാണ് ഈ പരിപാടി നടക്കുന്നുള്ളൂ. എസ്പെഷ്യലി കേരളത്തിൽ സൂപ്പർ ലീഗുകളിൽ അങ്ങനത്തെ ക്ലബ്ബ് ലീഗുകളൊക്കെ നടക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റിസർവ്സ് ഒക്കെ നല്ല രീതിയിൽ നമ്മുടെ റിസർവ് പ്ലേയേഴ്സിനെയൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൂടി ഉള്ളതാണ് നല്ല ലോൺ ഡീൽസ് ചെയ്ത് കൊടുത്തു. പക്ഷെ നമ്മുടെ ഇപ്പോ ബിജോയുടെ കേസൊക്കെ പറഞ്ഞ സമയത്ത് തന്നെ അതേപോലെ തന്നെയുള്ള സാധനമാണ് യോഗംബയ്ക്ക് ഇക്കൊല്ലെങ്കിലും ലോൺ കിട്ടും എന്നുള്ള പ്രതീക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആ ഒരു ഫസ്റ്റ് ടീമിൽ ഇല്ലാത്ത പ്ലാനിലില്ലാത്ത ആൾക്കാരെ നമ്മൾ വെറുതെ ഇപ്പോ ശരിയാണ്, ബെഞ്ച് വേണം, ഡെപ്ത് വേണം, ബിഗ് സ്ക്വാഡ് വേണം, ഇതൊക്കെ വേണം. പക്ഷെ പേഴ്സണലി എൻ്റെ ഒരു ഇതില് ബിഗ് സ്ക്വാഡ് ഉണ്ടാവുന്നതനുസരിച്ച് തന്നെ ടീമില് ഫ്രിക്ഷൻസ് ഉണ്ടാവാനുള്ള ചാൻസും കൂടുതലാണ്. സോ നമുക്ക് ആ ഒരു ഇക്കൊല്ലം അബിക്കോ ആരോ പറഞ്ഞിരുന്നല്ലോ സ്കോഡ് കട്ട് ഷോട്ട് ചെയ്യും. അത് കരോളിസ് ആണോ അബിക്കാണോ എന്ന് കറക്റ്റ് അറിയില്ല. സോ നമുക്ക് സ്കോഡ് കട്ട് ഷോട്ട് ചെയ്യാൻ പറ്റുന്നതിനൊപ്പം തന്നെ നമുക്ക് ചെയ്യേണ്ട ഒരു സാധനമാണ് നമ്മൾ പ്ലേയേഴ്സിനെ നേരെ കൊണ്ട് ഓഫ് ലോഡ് ചെയ്യേണ്ടത്. നമ്മൾ ഈ നല്ല രീതിയിലുള്ള ലോൺ ഡീൽസ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട് നമ്മൾ
ഭയങ്കര പൂറാണ്. നമ്മൾ കൊണ്ടുവന്ന പ്ലേയേഴ്സിനെ ഫസ്റ്റ് ഇയറിൽ അല്ലെങ്കിൽ ഫസ്റ്റ് 6 months ലോൺ ചെയ്യുന്നത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ മെയിൻ ടീമിലോട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണതിന് മുന്നേ ഇപ്പൊ നേരത്തെ മറ്റേ പറഞ്ഞ പോലെ സച്ചിന്റെ ഒക്കെ കേസ് എന്ന് പറഞ്ഞ പോലെ ഒരു ഐ ലീഗ് ലോൺ പോലും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റാണ്ട് നേരെ നമ്മൾ ത്രോയിങ് അണ്ടർ ദ ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു പരിപാടി പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. അതൊരിക്കലും പ്ലേയേഴ്സിന്റെ ഡെവലപ്മെന്റിന് നല്ലതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു രീതിയിലും പ്ലേയേഴ്സിന്റെ ഡെവലപ്മെന്റ് നല്ലതല്ല. ഒരു ക്യാവോട്ടിക് സിറ്റുവേഷൻസിലോട്ട് ഒരു 16-17 വയസ്സുള്ള ആളെ കൊണ്ടുവന്നിട്ട് നീ പോയി കളിച്ചു എന്ന് പറയാ ഒരിക്കലും അതിന്റെ ഒരു പോസിറ്റീവ് ഡെവലപ്മെന്റ് ആയിരിക്കില്ല അവന് കിട്ടുന്നത് അതുകൊണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞാനിപ്പോ നേരത്തെ പുള്ളി പറഞ്ഞതുകൊണ്ട് ഞാനൊന്ന് ആഡ് ഓൺ ചെയ്യാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ലെഗേറ്ററിന്റെ സൈനിങ് പറഞ്ഞതും കൂടി ഇപ്പോഴും നമുക്കൊരു പിടികിട്ടാത്തൊരു സാധനമാണ്. അല്ലെങ്കിൽ നമ്മൾ ആരും ഇത് ചെയ്യാത്തൊരു കേസാണ്. നമ്മളിപ്പോഴും പറയുന്നത് നമ്മൾ കോച്ച് സൈനിങ് എന്നുള്ളതാണ്. പക്ഷെ നമ്മളതൊരിക്കലും അത് എന്തുകൊണ്ടാണ് നമ്മുടെ അത് ഇനി ഇപ്പൊ ഈ പറയുന്ന പോലെയാണോ നടക്കുന്നത് എന്നും എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് ഒരു വൈൽഡ് ഗസ് ആണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ക്ലബ്ബല്ലേ പ്ലേയേഴ്സിനെ സൈൻ ചെയ്യേണ്ടത്. അതിലൊരിക്കലും ഒരു കോച്ചിന് യാതൊരുവിധ റോൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു അഭിപ്രായമുള്ള ആളാണ് ഞാൻ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ കറ്റാല വന്നു. കറ്റാലയ്ക്ക് ഒരു 6 ഫോറിൻ പ്ലേയേഴ്സ് വേണമെന്ന് പറഞ്ഞാൽ 6 ഫോറിൻ പ്ലേയേഴ്സിനെ കൊണ്ട് കൊടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല. അല്ലെങ്കിൽ ഒരിക്കലും അതൊരു വൈസ് ഡിസിഷൻ ആണെന്ന് പറയാൻ പറ്റില്ല നമുക്ക്. കാരണം ഇപ്പോൾ ഈവൻ ദോ എത്ര നല്ല കോച്ചാണെന്നുണ്ടെങ്കിലും ഞാൻ എക്സാമ്പിൾ ഇട്ട് തന്നെ പറയുകയാണ്. ഞാനൊരു യുണൈറ്റഡ് ഫാൻ ആയതുകൊണ്ട് തന്നെ കേട്ടിട്ട് പറയാലോ. ഇപ്പോ ടെൻഹാഗ് യുണൈറ്റഡിൽ വന്നു, അവർക്ക് ഇഷ്ടപ്പെട്ട പ്ലേയേഴ്സിനെ കൊണ്ടുവരുന്നു, ടെൻഹാഗ് പോകുന്നു. ഇപ്പൊ എന്തായി? ആ പ്ലേയേഴ്സ് നമ്മുടെ പെടലേക്ക് ഇരിക്കുന്നതല്ലാണ്ട് ആ പ്ലേയേഴ്സ് ടീമില് ഇപ്പോ ചാമ്പ്യൻസ് ലീഗ് അടിച്ചിട്ടില്ല, നമ്മള് പ്രീമിയർ ലീഗ് അടിച്ചിട്ടില്ല നമ്മള്. സോ ഈ പ്ലേയേഴ്സിനെ കൊണ്ടുവരേണ്ടത് കോച്ചാണ് എന്നുള്ളൊരു നരേറ്റീവാണ് കേരളത്തിലെ 95% വേണ്ട ഒരു 90% ഉള്ള ഫാൻസിന്റെ ഇടയിൽ. അതെന്തുകൊണ്ട് നമുക്ക് തിരുത്താൻ പറ്റുന്നില്ല എന്നുള്ളത് ഇപ്പോഴും മനസ്സിലാത്തൊരു സാധനമാണ്. ഇപ്പോ നാളെ ഒരു ഔട്ട് ഗോയിങ് വന്നു കഴിഞ്ഞാൽ തന്നെ പറയും എന്ത് കാര്യമുണ്ട്, കോച്ചിന് ആവശ്യമുള്ള പ്ലേയേഴ്സിനെ കൊടുക്കലല്ലോ. കോച്ചിന് ആവശ്യമുള്ള പ്ലേയേഴ്സിനെ അല്ല കൊടുക്കേണ്ടത്, ടീമിന് ആവശ്യമുള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവന്നിട്ട് ആ പ്ലേയേഴ്സിനെ യൂസ് ചെയ്യാൻ ആവശ്യമുള്ള കോച്ചുമാരെ കൊണ്ടുവരേണ്ടതാണ് ഒരു ക്ലബിന്റെ ഡ്യൂട്ടി എന്നുള്ളത് നമ്മുടെ ഫാൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല 11 കൊല്ലമായിട്ടും എന്നുള്ളത് ഒരു ഭയങ്കര വലിയ കൺസേൺ ആണ്. അത് നമ്മൾ എത്ര പ്രാവശ്യം ആരോടൊക്കെ പറഞ്ഞാലും അതിലൊരു തർക്കവും അവസാനം ഭയങ്കര ബാഡ് മൂത്ത് എത്തുന്നല്ലാണ്ട് ഇതൊരിക്കലും ഇതുവരെ ഒരാളെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റിയിട്ടുമില്ല. ലെഗേറ്ററിന്റെ കേസ് ഇട്ടത് കൊണ്ട് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. ഓക്കെ, താങ്ക് യു ബ്രോ, താങ്ക്സ്. എല്ലാവരും കമന്റ് ചെയ്തു. വിനായക് ബ്രോ വീണ്ടും കൈവയ്ക്കായിരുന്നു. ആക്ച്വലി ഗൂഗിൾ ബ്രോ ഒരു പോയിന്റ് പറഞ്ഞു, അതായത് കോച്ച് ലൈക്ക് ടീമിനെ ബിൽഡ് ചെയ്ത് ടീമിനനുസരിച്ച് കോച്ചിനെ കൊണ്ടുവരുന്ന കാര്യമല്ല. അത് ആക്ച്വലി ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സിസ്റ്റം ഉള്ള ഒരു ടീമിനെ സംബന്ധിച്ചുള്ള അത് എളുപ്പമാണ്. ഇപ്പം ഗോവയൊക്കെ ആണെങ്കിൽ അവർക്ക് ഓൾറെഡി ഒരു എസ്റ്റാബ്ലിഷ് സിസ്റ്റം ഉണ്ട്. അതിപ്പോ വേറെ ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്ത സംഭവമാണ്. അത് പിന്നെ ആൾക്കാർ പിടിച്ചു കയറി. നമുക്ക് ആ ഒരു സംഭവം ഇല്ല, അതാണ് ഒരു യാഥാർത്ഥ്യം. പിന്നെ ഇന്ത്യൻ മാർക്കറ്റിലെ ഓരോരോ ക്വാളിറ്റി, പ്ലേയേഴ്സിന്റെ ക്വാളിറ്റി, അതുപോലത്തെ പല ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യും. അതിലൊരു റിസൾട്ട് ഉണ്ടാക്കിയ ഏറ്റവും ബെസ്റ്റ് മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേയേഴ്സിനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോച്ച് കൊണ്ടുവരിക എന്നുള്ളത്. അതിലൊരു ചെറിയൊരു എലമെന്റ് ആണ് ആക്ച്വലി ഈ ഒരു ഫോറിൻ പ്ലേയേഴ്സ് ആക്ട് ചെയ്യുന്നത്. ഇപ്പൊ NUC ആണെങ്കിലും ഇപ്പം ഈവൻ മനോളിയുടെ ഇപ്പോഴത്തെ FC ഗോവണിൽ അതിലും ആ ഫോറിൻ പ്ലേയേഴ്സ് ആക്ട് ചെയ്യുന്ന ഒരു പിവറ്റൽ പോയിന്റ് അവിടെയാണ്. അതാണ് നമ്മൾ പറയുന്നത് കോച്ചിന് വേണ്ട പ്ലേയേഴ്സിനെ കൊണ്ടുവരുന്നത്. പക്ഷെ അതില് ഒരുപക്ഷെ കറ്റാലയാണോ ആ ഒരു സൈനിങ്ങിന് പിന്നെ ചോദിച്ചാൽ അതൊരു ചോദ്യമാണ്. അതാണ് നമ്മൾ യാഥാർത്ഥ്യം ചോദിക്കേണ്ടത്. അപ്പം അതൊരു സംഭവമാണ്. ലൈക്ക് ഒരു എസ്റ്റാബ്ലിഷ് ടീമിന് മാത്രം നമുക്ക് ആ ഒരു സിസ്റ്റം അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ നമുക്ക് ഇവാനൊരു സിസ്റ്റം കൊണ്ടുവന്നു. അത് പിന്നീട് പല ഈ ഓരോ ദിവസം ഓരോ രീതിക്കാണ് അത് മോൾഡേറ്റ് ചെയ്യുന്നത്. ലൈക്ക് ഒരേ രീതിക്ക് എല്ലാ കൊല്ലം പോകുന്നില്ല. പക്ഷെ അങ്ങനെ വരുന്ന സ്ഥിതിക്ക് നമുക്ക് ആ ഒരു ഇപ്പൊ ഒരു അഗൈൻ ഒരു റീബിൽഡിങ് സ്റ്റേജിലേക്ക് നമ്മൾ വന്നെത്തിയിരിക്കുന്നത്. അതിപ്പം ആർക്കാണെങ്കിൽ ഫുട്ബോൾ കാണുന്ന ആർക്കാണെങ്കിൽ മനസ്സിലാവും. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ആക്ച്വലി ഇപ്പൊ ഇവിടുത്തെ പ്ലേയേഴ്സ് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് മാത്രം നമുക്ക് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. മേ ബി ഫാക്ടേഴ്സ് വേറെ ആയിരിക്കും. സോ ഓക്കെ, നമുക്ക് ടോപ്പിക് അടുത്തതിലേക്ക് മാറിയാലോ? നമുക്ക് വേണമെങ്കിൽ ഷെറിഫ് ബ്രോ കുറച്ചായിട്ടൊന്ന് സംസാരിച്ചില്ല, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യണ പോലെ നമുക്ക് ഫാബിനുള്ള ഇത് ഫീഡ്ബാക്കും എക്സ്പെക്ടേഷൻസും ചോദിക്കാം. ഞാൻ പറഞ്ഞത് നമുക്കത് ഇതിൽ കൊണ്ടുവരാം, നമ്മുടെ ഫീഡ്ബാക്സ് കൊണ്ടുവന്നിട്ട് ഫാബിന് ഹൗ ക്യാൻ ബി ഇംപ്രൂവ്, അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ കൂടുതലൊന്നും ചെയ്തിട്ടുള്ളതാണ് അറിയാം. വി സ്റ്റാർട്ടഡ് 3 months ആയിട്ടുള്ളൂ. ഞങ്ങളും ടീമൊക്കെ ഉണ്ടാക്കി വന്ന് വാട്ട് ടു ഡു എന്നുള്ളതിലാണ്. അപ്പൊ ഞങ്ങൾക്ക് എന്ത് ചെയ്യാമെന്നുള്ള നിങ്ങളുടെ ഫീഡ്ബാക്സ് വിൽ ബി റിയലി വാല്യുബിൾ.
അല്ലാതെ എല്ലാവരും എങ്ങനെ കോണ്ടാക്ട് ഫോം വഴി കേട്ടതും ബാക്കി അല്ലാതെ നമ്മൾ എങ്ങനെ ബാക്കി ഇപ്പം നിങ്ങൾ 11 പേര് അല്ലെങ്കിൽ 7 പേര് ഇപ്പം നമ്മൾ കൂടെ സംസാരിക്കുന്നുണ്ട്. ബാക്കിയുള്ള ഒരുപാട് ഫാൻസ് പുറത്തുണ്ട്. ഇപ്പം അവരെയൊക്കെ കേൾക്കാനും പല ഐഡിയാസ് നമുക്ക് തന്നെ ഉണ്ട്. നമ്മൾ തന്നെ പല കാര്യങ്ങളും പ്ലാൻസും ഒരുപാട് കാര്യങ്ങൾ സ്ട്രക്ചറൊക്കെ നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുന്നതുകൊണ്ട് സ്ട്രക്ചർ ഒന്നും ഇല്ല, നമ്മളൊരു പ്ലാൻ ഇല്ല, നമുക്കൊരു ടീം ബിൽഡ് ചെയ്തെടുക്കണം. അപ്പൊ അതിനൊക്കെ ഉള്ളൊരു സമയമാണ് നമ്മളിപ്പം എടുത്തുകൊണ്ടിരുന്നതും ഇപ്പൊ ഒരു ആക്കിയതെല്ലാം. സോ അപ്പം നിങ്ങളുടെ ഐഡിയയിൽ എങ്ങനെ ഇത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാം, അത് വേറൊരു കാര്യം. ഇപ്പൊ നേരത്തെ വിനായകാണെന്നാണ് പറഞ്ഞത്, അറിയാം നമ്മൾ ഫാബ് കൊണ്ടുവന്നിരിക്കുന്ന സമയവും സിറ്റുവേഷനും നല്ലൊരു സമയമൊന്നും അല്ല ക്ലബിന്റെ സൈഡിൽ നിന്നുള്ള കാര്യത്തിൽ. സോ അപ്പം ആ ഒരു വെൽക്കം ഫാൻസിന്റെ സൈഡിൽ നിന്ന് വെൽക്കം കിട്ടിയതും നല്ല രീതിയിലല്ല നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ ആ സിറ്റുവേഷനിൽ കൂടി തന്നെ നമ്മൾ മുന്നോട്ട് പോയേ പറ്റൂ. കാരണം അത് നമ്മളെ ഇപ്പൊ വോളണ്ടിയർ ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ കൂടി ക്ലബിനോട് കൂടിയുള്ള ഇഷ്ടം കൊണ്ടാണ് നമ്മൾ എല്ലാവരും ഈ സമയം കളഞ്ഞിട്ടായാലും ഇപ്പൊ ഇരിക്കുന്നതും ഈ ബാക്കിയുള്ള സമയങ്ങൾ മൊത്തം ഇതിന് പിറകെ ഇരിക്കുന്നത്. അപ്പം എങ്ങനെ അതിനെ കുറച്ചും കൂടെ ബെറ്റർ ആക്കാം, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അടുത്ത ഫാബ് മീറ്റിംഗ് അല്ലെങ്കിൽ അടുത്ത വർഷം നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്കും പുതിയൊരു ഫാബ് ടീമിൽ ചിലപ്പോൾ നിങ്ങളും വരാം. സോ അടുത്ത വർഷം ഇറങ്ങുമ്പോഴത്തേക്കും നിങ്ങൾ അതിലുണ്ടെങ്കിൽ നമ്മളിൽ നിന്നും എന്തായിരിക്കും നിങ്ങൾ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഔട്ട്കം ആയിട്ട് നിങ്ങൾ കാണുന്നത്. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റിയാൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു ഇത് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മറുപടി എല്ലാവരും ഒന്ന് ഹാൻഡ് റേസ് ഇരിക്കുന്ന എല്ലാവരും ഒന്ന് ലോവർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് അടുത്തതിലേക്ക് പോകുമ്പോൾ ചോദിക്കാം. ജിയാനക്ക് ഇതിലാണോ ഒന്ന് ജിയാന? ഓക്കെ. അപ്പം അങ്ങനത്തെ ഇതുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. ഇപ്പം വിനായക് ഇപ്പം പുതിയ ഹാൻഡ് റൈസ് ആണെങ്കിൽ സംസാരിക്കാം. ആക്ച്വലി എനിക്കൊരു അഭിപ്രായമാണ്. അതായത് ഈ ഫാബിൽ ഇപ്പം ഞാൻ കൂടുതൽ ട്വിറ്ററാണ് ഉപയോഗിക്കുന്നത്. അപ്പം എനിക്ക് അവിടുത്തെ കാര്യം അറിയത്തുള്ളൂ. ഇപ്പം മീൻസ് ഫേസ്ബുക്കും ഇൻസ്റ്റ അധികം നോക്കിയിട്ടില്ല. എന്നിരുന്നാലും നോക്കിയ സമയത്താണെങ്കിലും ട്വിറ്ററിലാണെങ്കിൽ പോലും കൂടുതലായിട്ട് കാണുന്നത് ഒന്നില്ലെങ്കിൽ റെജിംബ്രോ ആണ്, അല്ലെങ്കിൽ അജീബ്രോ ആയിരിക്കും കൂടുതൽ നമ്മൾക്ക് അറിയാൻ പറ്റുന്നത്. ബാക്കി ഫാബിലുള്ള മെമ്പേഴ്സിനെ ഞങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് അങ്ങോട്ട് പരിചയമാവുന്നില്ല എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ളവരും കൂടെ ഇപ്പോൾ അതർ പ്ലാറ്റ്ഫോംസ് ആണെങ്കിലും എല്ലാ പ്ലാറ്റ്ഫോമിലാണെങ്കിൽ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാണെങ്കിൽ അത് കുറച്ചും കൂടെ ലൈക്ക് ഫാബ് ചിലപ്പോൾ ഒരാളുടെ ഒരു മുഖം കൊണ്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ ഫാബ് എന്നൊരു സംഭവം നമ്മുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യുന്നത്. എനിക്കിപ്പോൾ ഫാബ് എന്ന് ചിലപ്പോൾ അജീബ്രോ ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ വേറെ റെജിംബ്രോ ആയിരിക്കും. അപ്പൊ അതുപോലെ ഒരു നിങ്ങൾ ആസ് എ ലീഡർ നിങ്ങളും കൂടെ ഒന്ന് ഇനിഷ്യേറ്റീവിൽ കുറച്ചും കൂടെ ആക്റ്റീവ് ആവുകയാണെങ്കിൽ ഫാബ് കുറച്ചും കൂടെ വർക്ക് ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ പൊതു അഭിപ്രായം അറിയാം നമുക്ക് നെഗറ്റീവ് ആണ്, പക്ഷെ അത് നമുക്കൊരു എക്സ്ക്യൂസ് ആയിട്ട് വെക്കാൻ പറ്റില്ല. നിങ്ങൾ എപ്പോഴും അത് ആക്റ്റീവ് ലൈക്ക് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രം അല്ലെങ്കിൽ എന്തെങ്കിലും നീക്കം വരുമ്പോൾ മാത്രം എൻഗേജ് ചെയ്തിട്ട് കാര്യമില്ല. കുറച്ചും കൂടെ ഈ അതർ ടൈംസിലാണെങ്കിലും ഫ്രീ ടൈംസിലാണെങ്കിലും ലൈക്ക് എന്തെങ്കിലും എൻഗേജ്മെന്റ് കുറഞ്ഞിരിക്കുന്ന സമയത്താണെങ്കിലും എങ്ങനെയെങ്കിലൊക്കെ ഒരു മൂവ്മെന്റ്സ് നടത്തുവാണെങ്കിൽ അത് കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് എത്തും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഇനിഷ്യേറ്റീവ്സ് കുറേയൊക്കെ ചെയ്യുന്നുണ്ട്, പ്രചരിപ്പിക്കുന്നുണ്ട്, അതൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ ആ ഇനിഷ്യേറ്റീവ്സ് സീരിയസ് ആവണമെങ്കിൽ കുറച്ചും കൂടെ ഒരു ഫാൻസിലേക്ക് നിങ്ങൾ പതിയണം. ആ പതിയണമെങ്കിൽ ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ആൾക്കാർ ഇറങ്ങിച്ചെന്ന് അതുപോലെയൊക്കെ പറ്റത്തുള്ളൂ. അതിന് ഫാബിലുള്ള എല്ലാവരും കൂടെ സഹകരിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതേപോലെ തന്നെ ഇത്രേ ഉള്ളൂ. പിന്നെ ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ പിന്നെ പറയാം. ഇതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ, ഫാബ് എന്നുള്ളത് ടീമാണ്. അപ്പൊ നമ്മൾ 14 പേര് ടീമാണ്. സോ ഇപ്പം അതിനകത്ത് ഇപ്പം ഞാൻ എന്റെ സൈഡിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാനായാലും റെജിനായാലും ട്വിറ്ററിൽ ആക്റ്റീവ് ആണ്, ബാക്കിയുള്ളവർ വേറെ സ്ഥലങ്ങളിൽ ആക്റ്റീവ് ആവാം, അല്ലാതാവാം. പക്ഷേ ടീം എന്നുള്ള രീതിയിൽ ഫാബിനെയാണ് നമ്മളെല്ലാവരും ഫോക്കസ് ചെയ്യേണ്ടതും എല്ലാം, ഇൻഡിവിജ്വൽ അല്ല. അപ്പം എന്റെ അടുത്ത് മിണ്ടാൻ ചിലപ്പോൾ ട്വിറ്ററിൽ ഞാൻ ആക്റ്റീവ് ആയതുകൊണ്ട് പലർക്കും ആക്സസ് ഉണ്ടാവും സംസാരിക്കാനായിട്ട്, അതേപോലെ റെജിന്റെ അടുത്തായാലും. പക്ഷേ മെയിൻ കോണ്ടാക്ട് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ കോണ്ടാക്ട് ഫാബ് ഫോമും വെബ് ഫോമും കാര്യങ്ങളൊക്കെയാണ്. സോ ഇപ്പം ടീം മൊത്തത്തോടു കൂടി ഇതിനകത്ത് ഒരാൾ എടുക്കുന്ന തീരുമാനം ആയിരിക്കില്ല നമ്മുടെ ആക്ടിവിറ്റീസ് ആയാലും ഇനിഷ്യേറ്റീവ്സ് ആയാലും ഒന്നും. സോ ഇപ്പൊ എന്ത് കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ കോണ്ടാക്ട് വെബ് ഫോം വഴി നിങ്ങൾക്ക് ആക്സസ് ഉണ്ട്, കോണ്ടാക്ട് ചെയ്യാം. അതുവഴി ഏത് വന്നാലും, ഇപ്പൊ എനിക്ക് ഒരു പേഴ്സണൽ മെസ്സേജ് വന്നാലും, റെജിൻ വന്നാലും, അല്ലെങ്കിൽ രാഹുലിനോ പ്രണവിനോ ആർക്ക് വന്നാലും ടീമുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും ഫാബ് എന്നുള്ള രീതിയിൽ ഒരു ആക്ടിവിറ്റി നമ്മൾ കൊണ്ടുവരുന്നത്, ഇനിഷ്യേറ്റീവ് ആയാലും എന്തായാലും. സോ അപ്പം അത് ടീമായിട്ട് ഇപ്പം വിനായക് പറഞ്ഞത് കറക്റ്റ് ഒരു പോയിന്റ് ആണ്. എല്ലാവരും കുറച്ചും കൂടെ ഒരു ആക്റ്റീവായിട്ട് കണ്ടു കഴിഞ്ഞാൽ പലർക്കും ആക്സസ് പല രീതിയിൽ വരാം. പക്ഷെ ഏറ്റവും മെയിൻ പോയിന്റ് ഇതാണ്, ടീമായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് കോണ്ടാക്ട് വെബ് ഫോം ആയിരിക്കും മെയിൻ. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ അത് ഹാൻഡിൽസും യൂട്യൂബും ബാക്കി ചാനൽസ് ഒക്കെ ഉണ്ടാവും. സോ അങ്ങനത്തെ ഒരു സംഭവത്തിലാണ് നമ്മളിപ്പം വർക്ക് ചെയ്യുന്നത്. ബാക്കി ഇപ്പം രാഹുൽ വേറെ ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞങ്ങളും മെയിൻ കോണ്ടാക്ട് ഫോം
ഈ കോൺടാക്ട് ഫോം തന്നെയാണ്. അതിനകത്തൊക്കെ കോൺടാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡോക്യുമെന്റും ചെയ്യാൻ പറ്റും. ഇപ്പൊ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ ഒരാളായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരാൾ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ചെയ്യണ്ടാവും, യൂട്യൂബ് ഹാൻഡിൽ ചെയ്യണ്ടാവും. അപ്പൊ അതിനകത്തൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ഡോക്യുമെന്റ് ചെയ്യാൻ ഭയങ്കര പണിയാണ്. ഇത് എടുക്കണം, ഞങ്ങളും വോളണ്ടിയറിംഗ് ആണ് പറഞ്ഞു. അപ്പോ കൈൻഡ് ഓഫ് കോൺടാക്ട് ഫോമിൽ എല്ലാവരും കോൺടാക്ട് ചെയ്താൽ നമുക്ക് ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റും, നമുക്ക് ക്ലബിനെ ഫോർവേഡ് ചെയ്യാൻ പറ്റും. മച്ച് ഈസിയർ പ്രോസസ് ആണ്. പിന്നെ ഒഫീഷ്യലും ആണ്, ലൈക് ക്ലബിന്റെ വെബ്സൈറ്റിൽ കൂടെയാണ് ചെയ്യുന്നത്. അപ്പോ ആർക്കും ഒരു കുറ്റവും പറയാൻ പറ്റില്ല. വേർ ഡിഡ് യു ഗെറ്റ് ദിസ് മെസ്സേജ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഇമെയിൽ കാണിക്കാം, നമ്മുടെ ഇമെയിലിൽ വരുന്നു, എല്ലാം കോൺടാക്ട് ഫോമിൽ കൂടെ വന്നതാണ്. അപ്പൊ എല്ലാം ഡോക്യുമെന്റഡ് ആണ്. ജെറമി ബ്രോ, കമന്റ്സ്? ഓക്കെ, ഞാനൊരു ഇത് ഇപ്പം ഓൺലൈനായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇനി ഇത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നെക്സ്റ്റ് ഫാബിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു ഇത് എനിക്കൊരു സജഷൻ ആണ്. നമ്മുടെ സ്റ്റേഡിയത്തിന് പുറത്തൊരു ലൈക്ക് എന്തെങ്കിലും ഇതുപോലെ ഓഫ്ലൈൻ ആയിട്ട് ഒരു കോൺടാക്ട് ഫോം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറ്റ് വിൽ ബി ഗുഡ്. എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും സജഷൻ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഓൺലൈനായിട്ട് എല്ലാവരും ഫോളോ ചെയ്യണമെന്നില്ല. കാരണം ചിലർക്ക് ഓൺലൈൻ മീഡിയാസ് യൂസ് ചെയ്യാത്തവർ പോലും ഉണ്ട്. സോ ഈ സോഷ്യൽ മീഡിയസ് യൂസ് ചെയ്യാത്ത അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇന്റർനെറ്റ് ഒക്കെ പൂർണ്ണമായിട്ട് റെസ്ട്രിക്ട് ചെയ്യുന്ന അത്രയ്ക്ക് എന്താ പറയുക ബിഹേവിയർ ആയിട്ട് അത്രയ്ക്കും ഒരു മാനേഴ്സ് എന്താ പറയുന്ന ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ അവർക്ക് വേണ്ടിയിട്ട് സ്റ്റേഡിയത്തിന്റെ സൈഡിൽ എന്തെങ്കിലും ഒരു കോൺടാക്ട് ചെയ്യാൻ. നമ്മളിപ്പോ ചില സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ഷോപ്പിലോ അല്ലെങ്കിൽ നമ്മളിപ്പം എൻട്രൻസ് എക്സാം ഒക്കെ എഴുതാൻ പോകുമ്പോൾ ഞാൻ കണ്ടിട്ട് ഇങ്ങനെ ഒരു പേപ്പർ നമുക്ക് തരും, എന്താണ് ഫീഡ്ബാക്ക് എന്നും പറഞ്ഞ്. അപ്പം അതാകുമ്പോൾ ഡോക്യുമെന്റ് ചെയ്യാം. അപ്പം ഒരു യൂട്യൂബ് ലൈവ് ഒക്കെ ഒന്ന് ചെയ്യുവാണെങ്കിൽ ഡോക്യുമെന്റ് ചെയ്യുന്നതിൽ ഇച്ചിരി പാടുണ്ട്, അത് ഞാൻ അംഗീകരിക്കും. പക്ഷെ മറ്റേത് ഡോക്യുമെന്റ് ചെയ്യാൻ എളുപ്പമോ. കാരണം ഫാബിന്റെ ഒരു ഹെഡ്ലൈൻ വെച്ചിട്ട് അല്ലെങ്കിൽ ടാഗ് ലൈൻ വെച്ചിട്ട് ഒരു ഫോം ഉണ്ടാക്കി അവിടെ വെക്കുക. ഇൻട്രസ്റ്റഡ് ഉള്ള ആൾക്കാർ വന്ന് എഴുതുക, ഒരു ബോക്സിലോട്ട് ഇടുക, അത് വന്ന് കളക്ട് ചെയ്യുക. കളക്ട് ചെയ്യാൻ ആരെങ്കിലും എന്താ പറയുക ഏൽപ്പിക്കാനോ അങ്ങനെ എന്തെങ്കിലും. നമ്മൾ കംപ്ലൈന്റ് ബോക്സ് എന്നൊക്കെ നമ്മൾ കണ്ടിട്ടില്ല ചിലയിടത്തൊക്കെ പോകുമ്പോൾ. അങ്ങനത്തെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് സെറ്റപ്പ് വയ്ക്കുകയാണെങ്കിൽ നല്ലേ. പിന്നെ ഒരൊറ്റ കാര്യം പറയാനുള്ളത്, ഫാബിനെ കുറിച്ച് ഇൻ ജനറൽ ആൾക്കാർക്കുള്ളൊരു ഒരു പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത് നിഖിലിനും അതുപോലെ അഭിക്കനും എന്താ പറയുന്നത് എസ് എ കോമ്പറ്റീഷന് സപ്പോർട്ട് കൊടുക്കാൻ പറ്റിയ ആൾക്കാരെന്നുള്ളൊരു ഇതാണ് നിങ്ങളെ കുറിച്ച് ഇൻ ജനറൽ ഉള്ളത്. ഞാൻ പല ഗ്രൂപ്പിലുണ്ട്, ഞാൻ പറഞ്ഞത് ഇതിലൊക്കെ അജയ് ചേട്ടനെ കുറിച്ചൊക്കെ വരുത്ത മെസ്സേജ് ആണ് ശരിക്കും പറഞ്ഞത്. അജയ് ചേട്ടനുമായിട്ട് കുറെ സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. പുള്ളിയുടെ മനസ്സിൽ എന്താണെന്ന് നമുക്ക് അറിയാം. പക്ഷെ പുള്ളിയെ കുറിച്ചൊക്കെ വരുന്ന മെസ്സേജ് നല്ല ശോകമാണ്. അജയ് ചേട്ടന് ഈ പറയുന്നുണ്ട്, അജയ് ചേട്ടന് വിഷമാവെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ നല്ല ഇതാണ്. അപ്പം വിനായക് ബ്രോ പറഞ്ഞ പോലെ നിങ്ങളെ ആരാണ്, അതൊരു ഇൻട്രഡക്ഷൻ, ഒരു യൂട്യൂബ് വീഡിയോ. നമ്മളിപ്പം പ്ലേയേഴ്സ് വരുന്നതിന് മുന്നേ പ്ലേയേഴ്സ് ഒരു എന്താ പറയുക, നമ്മളിപ്പം ഹെസൂസിനെ സൈൻ ചെയ്തതിന് ശേഷം ഹെസൂസ് ഒരു വീഡിയോ, ഐ എം ഹെസൂസ് സിമനെ, ഐ എം കമ്മിങ് ഫ്രം ദിസ് പ്ലേസ് അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞ ചെറിയ വീഡിയോ ഇടൂലേ. അതുപോലെ നിങ്ങളെ 14 12 പേരാന്ന് വെച്ചാൽ അത്ര പേരെ കൂട്ടിയിട്ട് ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ നിങ്ങൾ എന്താണ് ഇപ്പൊ നമ്മളിപ്പോ ഞങ്ങൾ ഈ മീറ്റിംഗിന് വന്നപ്പോൾ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ നിങ്ങൾ ഷോർട്ട് ആയിട്ട് ഇൻട്രഡക്ഷൻ കൊടുക്കുക. പിന്നെ അജയ് ചേട്ടനെ കുറിച്ച് ട്വിറ്ററിൽ തന്നെ അജയ് ചേട്ടന്റെ കൂടെ പണ്ട് നിന്ന് അജയ് ചേട്ടനെ ഇപ്പം എന്താ പറയാ വിമർശിക്കുന്നത് ഞാൻ കണ്ടു. അപ്പം അജയ് ചേട്ടൻ എന്താ പറയുന്നത്, ആരും അജയ് ചേട്ടൻ സ്റ്റാൻഡ് കൂടെ വേണമെങ്കിൽ ക്ലിയർ ആക്കാം, നിങ്ങളുടെ സ്റ്റാൻഡ് ക്ലിയർ ആക്കാം, എന്തുകൊണ്ട് നിങ്ങൾ സോഷ്യലിൽ ഇത്ര ആക്റ്റീവ് ആകുന്നില്ല എന്നുള്ളതൊക്കെ. സോ അത് നല്ലതായി. കാരണം പലർക്കും എന്താ പറയുന്ന ഒരു മിസ്ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. നിങ്ങൾ എന്താ പറയുന്നത് നിഖിലിനും അഭിക്കനും സെക്യൂർ കോമ്പറ്റീഷൻ കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ഓൺലൈൻ സൈബർ പോരാളി സംഘം എന്നൊരു ഇമേജ് ആണെന്ന്. ആ ഒരു ഇമേജ് മാറ്റാൻ നല്ലതായി. പിന്നെ ഞാൻ പറഞ്ഞു, ഈ ഒരു സ്റ്റേഡിയത്തിന്റെ പുറത്തൊരു ബോക്സ് വെക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. കാരണം ഓഫ്ലൈൻ ആയിട്ട് ആൾക്കാർക്ക് കൊടുക്കാം. കാരണം എനിക്കറിയാതെ കുറെ പേരുണ്ട്, അവർക്ക് ഈ ഓൺലൈൻ മീഡിയസ് യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. അപ്പൊ അവർക്ക് ഈ കോൺടാക്ട് ഫോം ഉണ്ടോ എന്ന് പോലും അറിയത്തില്ല. അപ്പം ഈ ഒരു എക്സ്ട്രാ ഈ വെബ്സൈറ്റിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പോലും അറിയാത്തവരുണ്ടായിരിക്കും. അവർക്കൊക്കെ ഈ ഒരു സംഭവം ഒരു നല്ലൊരു എന്താ പറയുക ഉപകാരപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ, വിനായക് ബ്രോ പറഞ്ഞ പോലെ നിങ്ങളെ ഇൻട്രഡക്ഷൻ കൊടുക്കുകയാണ് ഒക്കെ നല്ലതാണ്. ഇപ്പം മീറ്റിംഗ് ടൈം നന്നായിട്ട് ഓടി പോകുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ വാർത്ത അതെ. ഈ ഒരു സംഭവത്തിൽ ഞാൻ എന്താ പറയാ, നമ്മൾ ഓൾറെഡി ടീമായിട്ട് സംസാരിച്ചൊരു കാര്യം, നമ്മൾ എന്താ പറയാ, ഈ വെബ് ഫോമിന്റെ കാര്യത്തിൽ നമ്മൾ QR കോഡൊക്കെ ഒരു പോസ്റ്ററായിട്ട് സ്റ്റേഡിയത്തിൽ ഇങ്ങനെ ഒട്ടിക്കണം എന്നൊക്കെ ഉള്ളൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. അത് ക്ലബുമായിട്ട് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ടീമായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്, ഫാബ് ടീമായിട്ട് എങ്ങനെ നമ്മൾ ബാക്കിയുള്ള ഫാൻസുമായിട്ട് മീറ്റ് ചെയ്യാം അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാം എന്നുള്ളത്. പിന്നെ രണ്ടാമത് ഈ ഒരു മറ്റേ നമ്മുടെ ബോക്സ് വെക്കുന്ന കാര്യവും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ സൈഡിൽ നിന്ന് കുറെ അല്ലാത്ത രീതിയിലുള്ള ടോപ്പിക്സും ബാക്കി കാര്യങ്ങൾ, കാരണം ഇതൊക്കെ ആര് വന്ന് കളക്ട് ചെയ്യും, ആര് ഡോക്യുമെന്റ് ചെയ്യും, ആര് വായിക്കും, എത്ര പേര് ചേർന്നത് വായിക്കണം. സോ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മുടെ സൈഡിൽ നിന്ന് ആലോചിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പൊ അത് ഓൾറെഡി മനസ്സിലുള്ള നമ്മുടെ ടീമായിട്ട് ഡിസ്കസ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഇപ്പം ജെറമി പറഞ്ഞൊരു കാര്യം. ഓൾറൈറ്റ്, അത് പറയണം റിപ്ലൈ കൊടുത്തതേ ഉള്ളൂ. രാഹുൽ അടുത്ത.
നമ്മളതുപോലെ ബൂത്തിന് ഓൾറെഡി നമ്മളൊരു റിക്വസ്റ്റ് ക്ലബിനോടും പറയാവുന്നതാണ്. നമുക്കിത് പ്രാക്ടിക്കലായിട്ട് തോന്നിയാൽ നമുക്ക് മാൻ പവർ ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ ഒരു ബൂത്ത് കംപ്ലൈന്റ് ബോക്സ് പോലെ. അതെ അത് ഓൾറെഡി അത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് പറഞ്ഞായിരുന്നു. പിന്നെ വേറെ എന്തോ ഒരു ജെറമി ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ, എന്തോ ഒരു അതിന് മറുപടി കൊടുക്കണം എന്നുണ്ടായിരുന്നു, മറന്നുപോയി. അജയ്, നമ്മുടെ ഇൻട്രൊഡക്ഷന്റെ കാര്യം ഇൻട്രൊഡക്ഷന്റെ കാര്യം അതും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ടീമിൽ. സോ 2 മാസം ആയി എന്നറിയാം. ഇനി അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ വേണമോ വേണ്ടേ എന്നുള്ളൊരു ടോപ്പിക് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അത് പല രീതിയിലും നമ്മളതൊരു പ്ലാൻ ഉണ്ട്. അത് മിക്കവാറും ഹോപ്പ്ഫുള്ളി യു വിൽ സീ സൂൺ. സോ അടുത്ത നമ്മൾ പറഞ്ഞ പോലെ ടീം ഡിസൈഡ് ചെയ്യണം. അതെ, ടീം ഡിസൈൻ ചെയ്യണം. അതെ, നമ്മൾ 4 പേരല്ല, ടീം ഡിസൈഡ് ചെയ്തിട്ട് അതാ ഹോപ്പ്ഫുള്ളി എന്ന് പറഞ്ഞത്. പോസിറ്റീവ് ആണെങ്കിൽ we will do it. യെസ്. അടുത്ത അജയ് ബ്രോ, അങ്ങനെ ആർക്കെങ്കിലും കമന്റ്സ് ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യായിരുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൺക്ലൂഡ് ചെയ്യില്ല, ഇല്ലെന്നുണ്ടെങ്കിൽ അജയ് ബ്രോ കൺക്ലൂഡ് ചെയ്തോളൂ. ഒരു താങ്ക് യു നോട്ട് ഫോർ എവരിവൺ. യെസ്, എല്ലാവർക്കും. ഇപ്പം നമ്മളിപ്പോ 7-8 പേരാണ് നമ്മൾ നോർമൽ. മാത്യു ബ്രോ? അല്ല, ഞാനൊന്ന് ജസ്റ്റ് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയേ, ഞങ്ങളെല്ലാരും ഫുൾ ടൈം വർക്ക് ചെയ്യുന്നവരാണ്. അജയ് ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പം ചെറിയ ഡിലേസ് ഒക്കെ ചില കാര്യങ്ങളിൽ ഞങ്ങളുടെ അടുത്തുനിന്ന് തന്നെ വരാറുണ്ട്. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പ് ത്രൂ ആണ് ഞങ്ങൾ ഒരു 90% കമ്മ്യൂണിക്കേഷൻ ചെയ്യാറുള്ളത്. പിന്നീട് നമ്മുടെ ഡിസിഷൻസ് എടുത്തു കഴിഞ്ഞിട്ട് 14 പേരിലും മിനിമം 8 പേരുടെയിലും അപ്രൂവൽ ഇല്ലാതെ നമ്മളൊരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകത്തില്ല. 8 അപ്പം ചിലപ്പോൾ അതിൽ 6 കാണത്തുള്ളൂ. ബാക്കി 2 പേര് ചിലപ്പോൾ എവേ ആയിരിക്കും. ഞങ്ങളുടെ കൂട്ടത്തിലെ സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസേഴ്സ് ഒരു ഇൻസ്റ്റാഗ്രാമിലൊക്കെ more than 60K ഉള്ള ഫോളോവേഴ്സ് ഉള്ള 2-3 പേരുണ്ട്. പിന്നെ അല്ലാതെ ആക്റ്റീവ് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ റെസ്പോൺസ് കിട്ടാൻ വേണ്ടി അവരെ പേഴ്സണലി മെസ്സേജ് ചെയ്യണം, ഇങ്ങനെ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടെന്ന്. പിന്നെ അങ്ങനെയുള്ളവരുണ്ട്. അപ്പോൾ ചെറിയ ഡിലേസ് ഒക്കെ ഞങ്ങളുടെ സൈഡിൽ നിന്ന് വരാറുണ്ട്. ഇങ്ങനെയാണ് ഞങ്ങളുടെ വർക്ക് ഫ്ലോ ഇപ്പോഴ് കറൻ്റ്ലി. പിന്നെ പുതിയൊരു സെറ്റപ്പ് ആയതുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ടൊരു കോൺസ്റ്റിറ്റ്യൂഷൻ പോലില്ല, പ്രോസസ് ഫ്ലോ ഇല്ല. അപ്പോൾ ആ സാധനങ്ങളൊക്കെ ഞങ്ങൾ ഫൈനാൻസസ് ഇല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്ത് പിന്നെ ഞങ്ങൾ ഇന്റർനാഷണലി നോക്കിയപ്പോൾ ഫാബിന് അങ്ങനെ ഒരു സ്വന്തമായിട്ട് ഒരു ഫുൾ ടൈം കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങളില്ല. അപ്പോൾ നമ്മളൊരു പുതുതായിട്ട് നല്ല രീതിയിൽ പല കാര്യങ്ങളും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു വേറെ ഫാബുകൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി. ഈവൻ പലർക്കും ഫാബ് ഉണ്ട്, പക്ഷേ അവർക്ക് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സുകളോ ഒന്നുമില്ല. അതെല്ലാം അവരുടെ ഓരോരോ ഇയറിലും അങ്ങനെ നടന്നു പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊന്നൊരു എങ്ങനെയാണ് നടക്കുന്നതെന്ന് ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി നമ്മുടെ വെബ്സൈറ്റിലൂടെ ലോഞ്ച് ചെയ്യുന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നടക്കുന്നത്. അതുകൊണ്ടാണ് ചെറിയ ഡിലേ വന്നത് പല കാര്യങ്ങൾക്കും. താങ്ക് യു. മാത്രമല്ല, നമ്മളിപ്പം പുതിയ മറ്റേ പ്രൊജക്ട് മാനേജ്മെന്റ് ടൂൾസും കുറെ കാര്യങ്ങൾ നമ്മൾ കുറച്ചൊന്ന് എന്താ പറയാ ഒരു വർക്ക് കൾച്ചർ കൊണ്ടുവരാനൊക്കെ നോക്കുന്നുണ്ട്. കാരണം അതൊക്കെ കൊണ്ടാണ് പലതും ഇപ്പം ജോർജ് മാത്യു പറഞ്ഞതുപോലെ കാര്യങ്ങൾ വരുന്നത്. സോ ഹോപ്പ്ഫുള്ളി നെക്സ്റ്റ് ഫ്യൂ മന്ത്സിൽ നമ്മൾ കുറച്ചുകൂടെ ആക്റ്റീവ് ആവും എന്നാണ് നമ്മൾ വിചാരിക്കുന്നതും പ്രതീക്ഷിക്കുന്നത്. അത് പിന്നെ നമ്മൾ ആക്റ്റീവ് ആവുന്നതിനേക്കാളും കൂടുതൽ ക്ലബിന്റെ സൈഡിൽ നിന്നുള്ള കാര്യങ്ങളാണ് നമ്മൾക്കും വേണ്ടത്. അത് നോർമൽ ഫാൻസിന്റെ ഇടയിൽ നിന്നുള്ള വോയിസ് പോലെ തന്നെയാണ് ബാക്കിയുള്ളവർക്ക് എങ്ങനെ തോന്നുന്നു അത് തന്നെയാണ് നമുക്കും ഫീൽ ചെയ്യുന്ന കാര്യം. ഇപ്പം ഒരു കളി തോറ്റാൽ എങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു അത് തന്നെയാണ് നമുക്കും ഫീൽ ചെയ്യുന്നത്. ഇപ്പം ജയിക്കുമ്പോഴത്തേക്കും എങ്ങനെ തുള്ളിച്ചാടുന്നു അത് തന്നെയാണ് നമ്മളും ചെയ്യുന്നത്. സോ ഇപ്പം ഇതിനകത്ത് പലരും കമന്റ്സ് വായിക്കുന്നുണ്ട്. അതിന്റെ റിപ്ലൈ ആയിട്ട് നമ്മൾ ഞാൻ പറയുന്നതല്ല, നമ്മൾ ക്ലബിന്റെ സൈഡിലുള്ള ആൾക്കാരാണ്, നമ്മൾ ക്ലബിന്റെ സൈഡിൽ നിന്ന് മാത്രമേ സംസാരിക്കുന്ന ആൾക്കാരാണെന്നുള്ളൊരു തോട്ട് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പം ഫാബിന്റെ സൈഡ് നിൽക്കുമ്പോഴത്തേക്കും 2 സൈഡും നമ്മൾ ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഫാൻസിന്റെ വോയിസ് കേൾക്കുകയും വേണം, ക്ലബിന്റെ സൈഡ് നിങ്ങൾക്ക് അറിയിക്കുകയും വേണം എന്നുള്ളത് തന്നെയാണ്. പ്രണവ്? ഇല്ല, എനിക്ക് ജെറമി പറഞ്ഞൊരു പോയിന്റിനോട് അതൊന്ന് റിപ്പീറ്റ് ചെയ്യാണ്. ലൈക്ക് പറ്റാവുന്നിടത്തോളം എല്ലാവരും എഡ്യൂക്കേറ്റ് ചെയ്യുക ആൾക്കാരെ. പല മിസ്കൺസെപ്ഷൻസ് ഉണ്ട്, പല ഇൻഫർമേഷനും പോകുമ്പോൾ അത് മിസ്ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. ഒബ്വിയസ്ലി ഓഫ് കോഴ്സ് ഇവിടെ എല്ലായിടത്തും നെഗറ്റിവിറ്റി ഉണ്ട്. അപ്പോ നമ്മള് ചെയ്യാൻ പറ്റുന്ന ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് മാക്സിമം ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഇതാണ് സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ മാക്സിമം അതിപ്പോ നിങ്ങളിപ്പോൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു, അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടി ഓൾറെഡി, നിങ്ങളെ അറ്റ്ലീസ്റ്റ് ഞങ്ങൾ കേൾക്കുന്നുണ്ട് എന്നുള്ളത്, എങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യണം എന്നുള്ളതും. അപ്പോൾ അത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാൻ നോക്കുക.
ഈ സപ്പോർട്ട് ഇങ്ങനെ തന്നെ ഉണ്ടാവണം. അപ്പൊ അത് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് കൺക്ലൂഡ് ചെയ്യാനുള്ളത്. അപ്പം മാക്സിമം എല്ലാവരും ഒപ്പം നിൽക്കുക. നമ്മളെല്ലാവരും ഈ എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെയാണ് നിൽക്കുന്നത്. കാരണം നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ക്ലബിന്റെ സൈഡിൽ നിന്നുള്ള റിസൾട്ട് എന്താ പറയുക, ഒരു സീസൺ കംപ്ലീറ്റില് ഫെയിലിയർ ആണെങ്കിൽ അങ്ങനത്തെ ഒരു ഇത്. സോ ആ ഒരു എക്സ്പെക്ടേഷനിലും നെഗറ്റീവായിട്ടുള്ള ഫീഡ്ബാക്കും പ്രതീക്ഷിച്ച് തന്നെയാണ് നമ്മൾ ഈ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തത്. പക്ഷെ അങ്ങനെ ഒരു ഫീഡ്ബാക്ക് നമുക്ക് ഈ ഒരു ഗ്രൂപ്പിൽ നിന്നും കിട്ടാത്തത് നല്ലൊരു കാര്യമാണ്. മുന്നോട്ടും പക്ഷെ നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പൊ ചീത്തയായിട്ടാണ് വരുന്നതെങ്കിൽ അങ്ങനെ ഒരു ഫീഡ്ബാക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ അക്സെപ്റ്റും ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. സോ താങ്ക്സ് ഫോർ കമ്മിങ്. നെക്സ്റ്റ് പേജിൽ നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് കാണുന്നുണ്ടാവും. രാഹുൽ, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക്, ത്രെഡ്, ട്വിറ്റർ, ഇത്രയും കാര്യങ്ങളിൽ ഇത്രയും പേര് വെച്ചിട്ട് നമ്മൾ ഇത്രയും സോഷ്യൽ മീഡിയയും ബാക്കി ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പലതിലും നമ്മൾ ആക്റ്റീവ് ആക്കാൻ നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. പോസ്റ്റേഴ്സ് ഡിസൈനിങ് ആയാലും ബാക്കി എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. ക്ലബിന്റെ സൈഡിൽ നിന്നുള്ള ഒരു ഹെൽപ്പും നമ്മൾ ചോദിക്കുന്നുമില്ല, വാങ്ങിക്കുന്നുമില്ല. അപ്പം നമ്മൾ 14 പേരിലുള്ള ബാക്കി ആ ഒരു ഗ്രൂപ്പ് തന്നെയാണ് ഈ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസും. ഇപ്പം ചില കമന്റ്സ് ഞാൻ കണ്ടായിരുന്നു. നമ്മളൊരു പോസ്റ്റ് ഇടുമ്പോഴത്തേക്കും ആ ക്ലബ്ബ് ഇടുന്ന ക്ലബിന്റെ അഡ്മിൻ ആണെന്ന് വിചാരിച്ച് സംസാരിക്കുന്ന ആൾക്കാരും ഉണ്ട്. സോ അതല്ല, നമ്മൾ ഫാൻസ് തന്നെയാണ് നമ്മളത് ചെയ്യുന്നതുമില്ല. ജിയാന, ഞാൻ കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ നമ്മള് പുറത്തെ രാജ്യങ്ങളിൽ താമസിക്കും. നമ്മൾ ഇതില് മീറ്റിലുള്ള കുറെ ആൾക്കാരും വേറെ രാജ്യങ്ങളിലുള്ളവരാണല്ലോ. UK-ലും ജർമ്മനിയിലും ആഫ്രിക്കയിലൊക്കെ ഉള്ളവര്. ഗൾഫിലുണ്ടായിരുന്നോ? ഓക്കെ. അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നത്, ഈ ഫാൻസ് അസോസിയേഷൻ ഇല്ലെങ്കിൽ ഫാബിന്റെ തന്നെ എന്തെങ്കിലും പാർട്ടായിട്ട് നമുക്ക് ഇങ്ങനത്തെ കൺട്രീസിലും വെക്കാൻ പറ്റുമോ? ജസ്റ്റ് ആൾക്കാർക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമോ എന്തെങ്കിലുമൊക്കെ. ഓൺലൈൻ മീറ്റിംഗ്സ് അല്ലാണ്ട് നമുക്ക് എല്ലാവർക്കും നേരിട്ട് കണ്ട് ചെയ്യാൻ പറ്റുന്നല്ലോ. അത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കില്ലേ? പോരാത്തതിന് നാട്ടിലുള്ള പ്ലേയേഴ്സിനെ ഒക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയും ഇവിടെയുള്ള ആൾക്കാർക്കും, ഇവിടെയൊക്കെ ഇപ്പൊ UK-ലൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ മലയാളീസ് ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ പറ്റുമായിരിക്കുമോ? നല്ലൊരു ടോപ്പിക്കാണ്, നല്ലൊരു ഐഡിയ ആണത്. പ്രണവ്, അതൊക്കെ നോട്ട് ചെയ്തോണേ. നമ്മൾ ഓൾറെഡി ഫാൻ മീറ്റിംഗ്സ് പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ. കോൺടാക്ട് മലയാളി അസോസിയേഷൻസ്. പ്ലേയേഴ്സിനെ കൊണ്ടിടത്തോളം എത്രത്തോളം പ്രാക്ടിക്കൽ ആണ് അറിയില്ല. ബിക്കോസ് അവർക്ക് സീസൺ ഉണ്ട്. കേരളത്തിലൂടെ വരെ ഫ്ലൈ ചെയ്ത് തിരിച്ചു പോകാന്ന് പറയുന്നത് ഐ ഡോണ്ട് തിങ്ക്. നമ്മള് സ്പെസിഫിക്കലി ഇന്റർനാഷണൽ മെമ്പേഴ്സ് തന്നെ ഉണ്ട് നമുക്ക്. സോ പല രാജ്യങ്ങളിലും ഉണ്ട്. അപ്പം അത് നമ്മൾ ഫോക്കസ് ചെയ്യാനും ഉള്ളൊരു തോട്ടും ആക്ടിവിറ്റീസും കാര്യങ്ങളും എല്ലാം നമ്മുടെ സൈഡിൽ നിന്ന് ഇനിഷ്യേറ്റീവ്സ് ആലോചിക്കുന്നുണ്ട്. ടീമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് അത് എങ്ങനെ വരും എന്നുള്ളത് ഭാവിയിൽ അറിയാം. സോ ഇപ്പം ജിയാൻ പറഞ്ഞ ടോപ്പിക്സ്, പോയിന്റ്സ്, കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി മനസ്സിലുള്ള കുറച്ച് കാര്യങ്ങളാണത്. പ്രണവ്, ഈ ഇന്റർനാഷണൽ ഔട്ട്റീച്ച് നമ്മൾ ഓൾറെഡി ജസ്റ്റ് പ്ലാനിങ് ഫേസിലാണ്. അത് ആക്ച്വലി നമ്മളത് ചെറിയൊരു ഡിസ്കഷൻ വന്നു. ബട്ട് ദെൻ നമുക്ക് അതിനെക്കാട്ടി കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റി എടുത്ത് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് കുറച്ചൊരു നീക്കി വച്ചേക്കുവാണ് നമ്മൾ. ബട്ട് നമ്മളത് സംസാരിച്ചിരുന്നു. പ്ലസ് എനിക്ക് തോന്നുന്നു UK is the best place because we have a lot of Malayalis out there. ഇപ്പൊ ഞാനിവിടെ ബാർസലോണയിലാണ്. അപ്പോൾ ബാർസലോണയിൽ ഇപ്പൊ എനിക്ക് അറിയാവുന്ന മലയാളീസ് വളരെ ചുരുക്കം പേരാണ്. എനിക്ക് തോന്നുന്നു കയ്യിലെണ്ണാൻ പാകത്തിന് പോലുള്ള മലയാളീസിനെ ഞാനിവിടെ മീറ്റ് ചെയ്തിട്ടില്ല. ബട്ട് വി ആർ ഗോണ ട്രൈ അവർ ബെസ്റ്റ്. ആൻഡ് മോറോവർ നമ്മുടെ കോച്ച് ദാവീദ് കത്തല ഇസ് ഫ്രം ബാർസലോണ. ഈസ് എ കത്തലാൻ. സോ there is this culture going on. So we are going to try our best on this as well. So we can see what happens. Yeah. All right, thank you. സോ അപ്പം അത്രയാണ് നമ്മുടെ സൈഡിൽ നിന്നുള്ളത്. അപ്പം സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്താ പറയാ, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഞെക്കുക. കോൺടാക്ട് ഫോംസിലാണ് സ്റ്റിൽ മെസ്സേജസ് അയക്കേണ്ടത്, കൺസേൺസ് അയക്കേണ്ടത്. അതെ, നിങ്ങൾ ഇപ്പം ഇതിനകത്ത് മെസ്സേജസ് വന്നാലും നമ്മൾ കൂടുതലും, കാരണം 14 പേരെ ഉള്ളതുകൊണ്ട് ഇതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ആൾക്കാർ ഇരിക്കുന്നില്ല. സോ അപ്പം നിങ്ങളുടെ കമന്റ്സോ അല്ലെങ്കിൽ മെസ്സേജസോ ചിലപ്പം ഞാനിത് എല്ലാവർക്കും ഇപ്പം പബ്ലിഷ് ചെയ്യുമ്പോൾ എല്ലാവർക്കും കേൾക്കാൻ കൂടെയാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ ഇതിനകത്ത് മെസ്സേജ് വരുന്നതിനകത്ത് നമ്മൾ കാണുകയോ അല്ലെങ്കിൽ അതിനകത്തൊരു റിപ്ലൈ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നിങ്ങൾക്ക് റിപ്ലൈ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ഫോം വഴി നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അല്ലാതെ സോഷ്യൽ മീഡിയയിലുള്ള കമന്റോ അല്ലെങ്കിൽ അതിലേക്കുള്ള DM വഴി ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നോക്കാൻ പറ്റുന്നുള്ളതല്ലാതെ നമ്മൾ ഒരിക്കലും അതിലേക്ക് റിപ്ലൈ തിരിച്ചു തരാമെന്നോ നമ്മളൊരു ഉറപ്പും പറയാൻ പറ്റില്ല. സോ അപ്പൊ അതുകൊണ്ട് കോൺടാക്ട് ഫാബ് എന്നുള്ള ഈ ഒരു വെബ് ഫോം മാക്സിമം യൂസ് ചെയ്യുക. അത് നമ്മുടെ ക്ലബിന്റെ സൈഡിൽ നിന്ന് തന്നിരിക്കുന്ന ആ ഒരു പേജാണ്. നമ്മളിലേക്കാണ് അത് ഡയറക്റ്റ് വരുന്നത്. അത് ക്ലബിൽ ഇടയിൽ വന്നിട്ട് അത് ക്ലബ്ബ് നോക്കാനോ
അത് ക്ലബിന് ആവശ്യമില്ലാത്ത ഫിൽട്ടർ ചെയ്ത് നമുക്ക് വേണ്ട എന്നുള്ള രീതിയിലുള്ള അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും ഇതിനിടയിൽ ഇല്ല. ഈ കോണ്ടാക്ട് ഫാബ് എന്നുള്ള ഈ ഫോം നമ്മൾക്ക് ഫാബിലേക്ക് ഡയറക്റ്റ് വരുന്ന കോണ്ടാക്ട് ആണ്. അപ്പൊ അതിലേക്ക് എന്തും നിങ്ങൾക്ക് എഴുതാം. ക്ലബിനെ കുറിച്ചോ ക്ലബിലേക്ക് കൺസേണോ സജഷൻസോ ഫീഡ്ബാക്കോ നല്ല കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും എഴുതാം. സോ അപ്പോൾ അത് നമ്മൾ ഷെയർ ചെയ്യുന്നുള്ളതാണ് നമ്മുടെ സൈഡിൽ നിന്നുള്ള ഡ്യൂട്ടി. സോ ഇതൊക്കെയാണ് ഫാൻ അഡ്വൈസറി ബോർഡ് എന്നുള്ള KBFC ഫാൻ അഡ്വൈസറി ബോർഡ് എന്നുള്ള കാര്യത്തിൽ നമ്മൾ പറയാനുള്ളത്. I hope you all enjoyed this 2 hours, more than 2 hours actually. സോ നമുക്ക് കൺക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം വീണ്ടും മീറ്റ് ചെയ്യണം. ഇതിന്റെ ഫീഡ്ബാക്ക് എന്നുള്ള രീതിയിലും നിങ്ങൾക്ക് കോണ്ടാക്ട് ഫാബ് യൂസ് ചെയ്യാം. ഈ ഒരു മീറ്റിംഗിന്റെ ഫീഡ്ബാക്കും നിങ്ങൾക്ക് തരാം. സോ നെക്സ്റ്റ് ടൈം ലെറ്റ്സ് മീറ്റ് നെക്സ്റ്റ് ടൈം as soon as possible. അതുവരെ വണക്കം. Thank you. Thank you. Yeah. Bye. Thank you guys. Thank you.